പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞവർക്കൊരു രഹസ്യം കേൾക്കണോ? 21 വയസ്സാവുമ്പോഴേക്കും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാം. പ്ലസ് ടുവിൽ സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഇനി അഥവാ മാത്സിൽ ഇത്തിരി വീക്കായാലും കുഴപ്പമില്ല. ഹൈലി പെയ്ഡ്. ജോയിൻ ACCA Chartered Accountancy course only at Indian Institute of Commerce, Lakshya. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തത് ഡിമാൻഡ് ഓൾറെഡി പറഞ്ഞതാണ്. ചാപ്റ്റർ 2 ടോട്ടൽ 14 to 16 ആണ് അതിൻ്റെ വെയിറ്റേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഡിമാൻഡ് ഏകദേശം 4 പാർട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് ഇന്നലെ ഓൾറെഡി പറഞ്ഞത് ഡിമാൻഡ്, ഡിറ്റർമിനൻറ്റ്സ് ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് ഡിമാൻഡ്, എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ, ദെൻ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. നെക്സ്റ്റ് ഏരിയ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയ. ഏകദേശം ഒരു ടോട്ടൽ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും കൂടിയിട്ട് 10 മാർക്കാണ് എക്സാമിന് ഉണ്ടാവുക. അതിൽ നെക്സ്റ്റ് സപ്ലൈ, ദ നെക്സ്റ്റ് വൺ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, നെക്സ്റ്റ് വൺ യൂട്ടിലിറ്റി. ഓക്കെ, ഈ ഒരു ലെവലിലാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മളെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. അതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ദ നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി 4 ടൈപ്പ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി, ക്രോസ് ഇലാസ്റ്റിസിറ്റി, അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി എന്നുള്ള കോൺസെപ്റ്റ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത എക്കണോമിക്സ്റ്റ് ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. ലോ ഓഫ് ഡിമാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത എക്കണോമിക്സ്റ്റ് ആരാണ്? അതേ എക്കണോമിക്സ്റ്റ് തന്നെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും എക്സ്പ്ലെയിൻ ചെയ്തത്. ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുക, ആരാണത്? ഇനി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു എക്കണോമിക്സ്റ്റ് തന്നെയാണ്, ആൽഫ്രഡ് മാർഷൽ. ഓക്കെ, ചാറ്റ് ഓക്കെ ആണ്. ആൽഫ്രഡ് മാർഷൽ ലോ ഓഫ് ഡിമാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിലേക്കും വരുന്നത്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നത് ലോ ഓഫ് ഡിമാൻഡ് ആണ്. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇവർ ബേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർ ഫോളോ ചെയ്യുന്ന ലോ ഓഫ് ഡിമാൻഡ് ആണ്. ലോ ഓഫ് ഡിമാൻഡ് ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി? റെസ്പോൺസീവ്നെസ് എന്നാണ് ഇലാസ്റ്റിസിറ്റിയുടെ മീനിങ്. റെസ്പോൺസീവ്നെസ്. ഇലാസ്റ്റിസിറ്റി മീൻസ് റെസ്പോൺസീവ്നെസ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പ്രൈസ് സിസ്റ്റം ചേഞ്ച് ചെയ്യും. പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ നിങ്ങളെ കസ്റ്റമർ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നു, ആ റെസ്പോൺസിനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുക. ഇപ്പോൾ ഒരു ബിസിനസ്, ഇപ്പോൾ സാംസങ് എന്നുള്ളൊരു കമ്പനി അവരുടെ പ്രൈസ് സിസ്റ്റം ചേഞ്ച് ചെയ്യുമ്പോൾ അവരുടെ കസ്റ്റമർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ആ റെസ്പോൺസിനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുക. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പ്രൈസ് സ്റ്റേബിൾ ആവണമെന്നില്ല, പ്രൈസ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ കമ്പനിയുടെ പ്രൈസ് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണോ പ്രൈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, ഈ സമയത്ത് കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസ് എന്താണോ ആ റെസ്പോൺസിനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുക. റെസ്പോൺസിവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസ് എന്താണ്, അതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇനി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നത് ലോ ഓഫ് ഡിമാൻഡ് ആണ്. എക്കണോമിക്സിലെ ഫസ്റ്റ് ലോ ഓഫ് ഡിമാൻഡ് ഫോളോ ചെയ്യുന്നു. ലോ ഓഫ് ഡിമാൻഡ് ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്.
ഈ കോൺസെപ്റ്റാണ് ലോ ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി കണ്ടെത്തുമ്പോൾ ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ള ഫോർമാറ്റ് യൂസ് ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്. ആ ഫോർമാറ്റ് ബേസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യേണ്ടത് ഇക്വേഷൻസ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 3 കാര്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ്, കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത എക്കണോമിക്സ്റ്റ് ആൽഫ്രഡ് മാർഷൽ. സെക്കൻഡ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ബേസ്ഡ് ലോ ഓഫ് ഡിമാൻഡ്. ഈ 3 കാര്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 4 ടൈപ്പ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 4 ടൈപ്പ്. ഫസ്റ്റ് വൺ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി. Second one, income elasticity. The next one, cross elasticity. Next one, advertisement elasticity. Elasticity of demand 4 type. First one, price elasticity. Next, advertisement elasticity, income elasticity, cross elasticity. എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി? ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? അത് ഓൾറെഡി പറഞ്ഞു. ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. എന്താണ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി? അത് നമ്മൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, EP. പ്രൈസ് ഇലാസ്റ്റിസിറ്റി മീൻസ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ചേഞ്ച് ഇൻ ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി മീൻസ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ഇതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. The next one, income elasticity, EY, income elasticity. Change in demand due to change in income, income elasticity. Economics il Y income aanu. Income elasticity, change in demand due to change in income. Next one, cross elasticity. അതിൻ്റെ മുന്നേ നമുക്ക് അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി, EA, advertisement elasticity. Change in demand due to change in advertisement expenditure. The next one, cross elasticity. Cross elasticity എന്ന് പറയുമ്പോൾ change in demand due to change in price of related good. Price of related good. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി 4 ടൈപ്പ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 4 ടൈപ്പ് ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി, അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി, ക്രോസ് ഇലാസ്റ്റിസിറ്റി. First one, price elasticity. Change in demand due to change in price. Price elasticity. Income elasticity, change in demand due to change in income. Advertisement elasticity, change in demand due to change in advertisement expenditure. The next one, cross elasticity, change in demand due to change in price of related good. ഇതാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. ഇനി നമ്മൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യണം. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത് വാട്ട് ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. വാട്ട് ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി? അത് ഓൾറെഡി പറഞ്ഞു. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി. പ്രൈസ് ഇലാസ്റ്റിസിറ്റി EP ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി EP. ഇത് നമ്മൾ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി. പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇൻകം ഇലാസ്റ്റിസിറ്റി കണ്ടെത്താനുള്ള ഇക്വേഷൻ percentage change in quantity demand divided by percentage change in income. The next one, advertisement elasticity. Advertisement elasticity കണ്ടെത്താനുള്ള equation percentage change in quantity demand divided by percentage change in advertisement expenditure. The next one, cross elasticity. അതിന് മുന്നേ നമ്മൾ ആദ്യം യൂസ് ചെയ്തത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ഡിവൈഡ് ബൈ പ്രൈസ്. Income elasticity, demand divided by income. Advertisement elasticity, demand divided by advertisement expense. ഇങ്ങനെ ഈ ഫോർമാറ്റാണ് യൂസ് ചെയ്യുക. ഫോർമാറ്റ് ഇങ്ങനെയാണ് വരുന്നത്. D/P ഫോർമാറ്റ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, D/Y ഫോർമാറ്റ് ഇൻകം ഇലാസ്റ്റിസിറ്റി, D/AE ഫോർമാറ്റ് അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യണത് ക്രോസ് ഇലാസ്റ്റിസിറ്റിയാണ്. എൻ്റെ പ്രോഡക്റ്റിൻ്റെ, ഞാൻ ഇപ്പോൾ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ എൻ്റെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യും. അത് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയാണ്. ഞാൻ ഇപ്പോൾ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസിൽ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ എൻ്റെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യും. എൻ്റെ പ്രൈസ്, എൻ്റെ ഡിമാൻഡ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ എൻ്റെ ഇൻകം കൂടുമ്പോൾ എൻ്റെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യും. എൻ്റെ ഇൻകത്തിൽ മാറ്റം വരുമ്പോൾ എൻ്റെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യും. ഇൻകം ഇലാസ്റ്റിസിറ്റി.
അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ എൻ്റെ കമ്പനിയുടെ അഡ്വർടൈസ്മെന്റിൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ എൻ്റെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യും. അതാണ് അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി. എന്നാൽ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ എൻ്റെ പ്രോഡക്റ്റ് ചേഞ്ച് ചെയ്യാൻ കാരണം, എൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം വേറെ ഏതോ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസാണ്. എൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം വേറെ ഏതോ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്നവരാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. ക്രോസ് ഇലാസ്റ്റിസിറ്റി 2 ടൈപ്പ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും ഉണ്ട്, കോംപ്ലിമെന്ററി ഗുഡും ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ടും കോംപ്ലിമെന്ററി ഇന്നലെ പഠിച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് എന്താണ്? ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുക, കമന്റ് ചെയ്യാനായിട്ട്. ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് ചാറ്റ് ബോക്സിൽ അതിന്റെ റിലേഷൻഷിപ്പ് കൊടുക്കുക. അതിനുശേഷം ഡിസ്കസ് ചെയ്യും. പിന്നെ അതുപോലെ കോംപ്ലിമെന്ററി ഗുഡിന്റെ പ്രൈസ് ഡിമാൻഡ്, അതിനുശേഷം അത് കമന്റ് ചെയ്യുക. നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണ്. കോംപ്ലിമെന്ററി ഗുഡിന്റെ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് നെഗറ്റീവ് ആണ്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കമന്റ് ഓക്കെ ആണ്. ഫസ്റ്റ് പോസിറ്റീവ്, ദെൻ നെക്സ്റ്റ് വൺ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ എൻ്റെ പ്രോഡക്റ്റിന്റെ പ്രൈസ് എൻ്റെ ഡിമാൻഡ് എന്നെ മാത്രം ബാധിക്കുന്ന കേസാണ്. പിന്നെ അതുപോലെ ഇൻകം ഇലാസ്റ്റിസിറ്റി, എൻ്റെ ഇൻകം മാറും, എൻ്റെ ഡിമാൻഡ് മാറും, അത് എന്നെ ബാധിക്കുന്ന കേസാണ്. അതുപോലെ അഡ്വർടൈസ്മെന്റ്, എൻ്റെ കമ്പനിയുടെ അഡ്വർടൈസ്മെന്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എൻ്റെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യും, അത് എന്നെ ബാധിക്കുന്ന കേസാണ്. പക്ഷെ ക്രോസ് ഇലാസ്റ്റിസിറ്റി അങ്ങനല്ല. ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ വേറെ ഏതോ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ആണ്. ഇപ്പോൾ പെപ്സിയുടെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് കൊക്കക്കോളയാണ് ബാധിക്കുക. പെപ്സി പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കോളയുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അതല്ലെങ്കിൽ ഡയറി മിൽക്കിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് മറ്റു ചോക്ലേറ്റിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഏതോ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ മറ്റു പ്രോഡക്റ്റിനെ അത് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം റിലേഷൻഷിപ്പിനെ പറയുന്ന പേരാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. ക്രോസ് ഇലാസ്റ്റിസിറ്റി 2 ടൈപ്പ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ടും ഉണ്ട്, കോംപ്ലിമെന്ററി ഉണ്ട്. അപ്പോൾ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ മിനിമം 2 ഗുഡ് ആവശ്യമാണ്. മിനിമം 2 ഗുഡ് ക്രോസ് ഇലാസ്റ്റിസിറ്റിയിൽ ആവശ്യമാണ്. ക്രോസ് ഇലാസ്റ്റിസിറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്: ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്. റിലേറ്റഡ് ഗുഡ് എന്ന് പറയുമ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ആവാം, കോംപ്ലിമെന്ററി ആവാം. അപ്പോൾ 2 ഗുഡ്. അപ്പോൾ ഇതിന്റെ ക്രോസ് ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ഗുഡ് എ ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് ബി. അപ്പോൾ സാംസങ് ഗുഡ് എ ആയിട്ട് എടുക്കാം, വിവോ അല്ലെങ്കിൽ ഒപ്പോ ഗുഡ് ബി ആയിട്ട് എടുക്കാം. സാംസങ്ങിന്റെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം ഒപ്പോയുടെ പ്രൈസ് ആണ്. അപ്പോൾ സാംസങ്ങിന്റെ ഡിമാൻഡ് ഒപ്പോയുടെ പ്രൈസ് എത്രയാണോ ചേഞ്ച് ചെയ്തത് അതെങ്ങനെ സാംസങ്ങിനെ ബാധിച്ചു? D/P ഫോർമാറ്റ് തന്നെയാണ്. ബട്ട് 2 ഗുഡ് ഉണ്ട്. ഗുഡ് എ, ഗുഡ് ബി. ഗുഡ് എ ആയിട്ട് നിങ്ങൾക്ക് സാംസങ്ങിന് എടുക്കാം, ഗുഡ് ബി ആയിട്ട് ഒപ്പോന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവുക. D/P ഫോർമാറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, ഇതാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. ഇതാണ് ബേസിക് ഇതിൻ്റെ. ഇനി നമുക്ക് എൻ്റെ സബ്ജക്റ്റിലേക്ക് വരാം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി, ക്രോസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി. പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ഇൻകം ഇലാസ്റ്റിസിറ്റി, ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം. Advertisement elasticity, change in demand due to change in advertisement expenditure. Cross elasticity, change in demand due to change in price of related good. D/P format price elasticity. D/Y income elasticity. D/AE advertisement elasticity. D good A divide by price good B. ആ ഫോർമാറ്റാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോണത് ഇൻകം ഇലാസ്റ്റിസിറ്റിയാണ്. എന്താണ് ഇൻകം ഇലാസ്റ്റിസിറ്റി? ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത് ഇൻകം ഇലാസ്റ്റിസിറ്റിയാണ്. വാട്ട് ഈസ് ഇൻകം ഇലാസ്റ്റിസിറ്റി? അത് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻകം ഇലാസ്റ്റിസിറ്റി, വാട്ട് ഈസ് ഇൻകം ഇലാസ്റ്റിസിറ്റി? ഇൻകം ഇലാസ്റ്റിസിറ്റിയാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് എൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം. ഇൻകം ഇലാസ്റ്റിസിറ്റി. ഇൻകം ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Percentage change in quantity demand divided by percentage change in income. Income elasticity. Income elasticity 3 type. Positive income elasticity, negative income elasticity, zero income elasticity. Positive, negative, zero. അപ്പോൾ elasticity of demand 4 type. Price elasticity, income elasticity, ക്രോസ് ഇലാസ്റ്റിസിറ്റി, അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി. അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നു ഇൻകം ഇലാസ്റ്റിസിറ്റി.
ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം ഇലാസ്റ്റിസിറ്റി. ഇൻകം ഇലാസ്റ്റിസിറ്റി 3 ടൈപ്പ്: പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി, നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി, സീറോ ഇൻകം ഇലാസ്റ്റിസിറ്റി. ഫസ്റ്റ് വൺ, പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. നിങ്ങളെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. നിങ്ങളെ ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. നിങ്ങൾ ഏത് പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡാണ് നിങ്ങളെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യുക. അതാണ് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. എൻ്റെ ഇൻകം കൂടുമ്പോൾ ഞാൻ കൂടുതലായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ചില പ്രോഡക്റ്റ് ഉണ്ട്. അതാണ് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. എക്സാമ്പിൾ, ലക്ഷറി ഗുഡ്, നോർമൽ ഗുഡ്, പ്രസ്റ്റീജ് ഗുഡ്. ലക്ഷറി ഗുഡ്, നോർമൽ, ലക്ഷറി, പ്രസ്റ്റീജ് എൻ്റെ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്ന പ്രോഡക്റ്റാണ്. അത്തരം ഗുഡ്സ് ആണ് ഏതിന് എക്സാമ്പിൾ? പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റിക്ക് എക്സാമ്പിൾ. പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ എൻ്റെ ഇൻകം കൂടുമ്പോൾ എൻ്റെ ഡിമാൻഡ് കൂടും. അപ്പോൾ നിങ്ങൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് പ്രോഡക്റ്റാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? ലക്ഷറി ഗുഡ് വാങ്ങാം, നോർമൽ വാങ്ങാം, പ്രസ്റ്റീജ് വാങ്ങാം. ഇൻകം കുറയുമ്പോൾ നോർമൽ, ലക്ഷറി, പ്രസ്റ്റീജ് ഡിക്രീസ് ചെയ്യും. ഈ പ്രോഡക്റ്റാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി. ഏത് ഇലാസ്റ്റിസിറ്റി? പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. നെക്സ്റ്റ് വൺ, നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. എന്താണ് നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി? നിങ്ങളെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങളെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. നിങ്ങളെ ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. ഇൻകം ആൻഡ് ഡിമാൻഡ് നെഗറ്റീവ് ആണെങ്കിൽ അതിനെ നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയാം. നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി എക്സാമ്പിളായിട്ട് വരുന്നത് ഇൻഫീരിയർ ഗുഡാണ്. ഇൻഫീരിയർ ഗുഡ്, എൻ്റെ ഇൻകം കൂടുമ്പോൾ ഞാൻ ലൈഫിൽ നിന്ന് മെല്ലെ മെല്ലെ ഒഴിവാക്കുന്ന ഗുഡ് ഇൻഫീരിയർ ആണ്. ഇൻഫീരിയർ ഗിഫൺ ഗുഡാണ് ഏതിന് എക്സാമ്പിൾ? നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റിക്ക് എക്സാമ്പിൾ. ഇൻഫീരിയർ ഗുഡ് മീൻസ് ലോ ക്വാളിറ്റി ഗുഡ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ, സീറോ ഇൻകം ഇലാസ്റ്റിസിറ്റി. എൻ്റെ ഇൻകം കൂടുന്നു, ഡിമാൻഡ് കോൺസ്റ്റന്റ് ആണ്. എൻ്റെ ഇൻകം ഡിക്രീസ് ചെയ്യുന്നു, ഡിമാൻഡ് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് സീറോ ഇൻകം ഇലാസ്റ്റിസിറ്റി ആണ്. എൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, ഡിമാൻഡ് കോൺസ്റ്റന്റ്. എൻ്റെ ഇൻകം ഡിക്രീസ് ചെയ്യുന്നു, ഡിമാൻഡ് കോൺസ്റ്റന്റ്. അതിനെ പറയുന്ന പേരാണ് സീറോ ഇൻകം ഇലാസ്റ്റിസിറ്റി. അപ്പോൾ സീറോ ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ഇൻകം ഇൻക്രീസ് ഓർ ഡിക്രീസ്, ഡിമാൻഡ് ഓൾവേസ് കോൺസ്റ്റന്റ്. സീറോ ഇൻകം ഇലാസ്റ്റിസിറ്റി. എൻ്റെ ഇൻകം കൂടുന്നു അല്ലെങ്കിൽ ഇൻകം ഡിക്രീസ് ചെയ്യുന്നു, ഡിമാൻഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സീറോ ഇൻകം ഇലാസ്റ്റിസിറ്റി. ഓക്കെ, സീറോ ഇൻകം ഇലാസ്റ്റിസിറ്റി. സീറോ ഇൻകം ഇലാസ്റ്റിസിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് നെസസറി ഗുഡാണ്. എൻ്റെ ഇൻകം കൂടിയാലും ഇൻകം കുറഞ്ഞാലും ഡിമാൻഡിനെ ബാധിക്കുന്നില്ലെങ്കിൽ അത് നെസസറി ഗുഡാണ്. ഓക്കെ, നെക്സ്റ്റ്, അടുത്തത് നെക്സ്റ്റ് ഏരിയ. അപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത് ഇൻകം ഇലാസ്റ്റിസിറ്റി. അപ്പോൾ നമ്മൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. വാട്ട് ഈസ് ഇൻകം ഇലാസ്റ്റിസിറ്റി? ഇൻകം ഇലാസ്റ്റിസിറ്റി, ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം. ഇൻകം ഇലാസ്റ്റിസിറ്റി ഇക്വേഷൻ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻകം. ഇൻകം ഇലാസ്റ്റിസിറ്റി 3 ടൈപ്പ്: പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി, നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി, സീറോ ഇൻകം ഇലാസ്റ്റിസിറ്റി. വാട്ട് ഈസ് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി? നിങ്ങൾ ഇൻകം ഡിമാൻഡ് പോസിറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ആണ്. അത് ഏത് ഗുഡ്സ് ആണെന്ന് വെച്ചാൽ പ്രസ്റ്റീജ്, നോർമൽ, ലക്ഷറി. നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ചില പ്രോഡക്റ്റ് അത് ഡിക്രീസ് ചെയ്യും. ഇൻഫീരിയർ ഗുഡാണ് നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. സീറോ, ഇൻകം ഇൻക്രീസ് ഓർ ഡിക്രീസ്, ഡിമാൻഡ് ഓൾവേസ് കോൺസ്റ്റന്റ്. എക്സാമ്പിൾ, നെസസറി ഗുഡ്. ഓക്കെ ആണോ? ഈ പോയിന്റ്, ഇതുവരെയുള്ള പോയിന്റ് ഓക്കെ ആണോ? ആദ്യം ഇൻകം ഇലാസ്റ്റിസിറ്റി അപ്പോൾ ഡിസ്കസ് ചെയ്തത് ഓക്കെ ആണെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് അടുത്തിലേക്ക് വരാം. ഓക്കെ, നെക്സ്റ്റ്, അടുത്തത് ക്രോസ് ഇലാസ്റ്റിസിറ്റി. ക്രോസ് ഇലാസ്റ്റിസിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ക്രോസ് ഇലാസ്റ്റിസിറ്റിയിലേക്കാണ് ഇനി വരാൻ പോകുന്നത്. ക്രോസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്. ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണ്, അത് മറ്റു പ്രോഡക്റ്റിനെയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് ക്രോസ് ഇലാസ്റ്റിസിറ്റി ആണ്. ജിയോ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് കണക്ട് ചെയ്യുക VIനെ അല്ലെങ്കിൽ എയർടെലിനെ ആവാം. അതാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ജിയോ, എയർടെൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡാണ്. അതല്ലെങ്കിൽ പെട്രോളിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് പെട്രോൾ കാറിനെ കാര്യമായിട്ട് ബാധിക്കരുത്. അങ്ങനെയാണെങ്കിൽ അതും ക്രോസ് ഇലാസ്റ്റിസിറ്റി ആണ്, അത് കോംപ്ലിമെന്ററി ഗുഡാണ്. അപ്പോൾ ക്രോസ് ഇലാസ്റ്റിസിറ്റി 2 ടൈപ്പാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ആവാം, കോംപ്ലിമെന്ററി ആവാം. ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയേണ്ടതാണ്. ക്രോസ് ഇലാസ്റ്റിസിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്, ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ഫോർ
പർട്ടിക്കുലർ കമ്മോഡിറ്റി മേ ചേഞ്ച് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്. ചേഞ്ച് ഇൻ റിലേറ്റഡ് ഗുഡ് ടു ടൈപ്പ്, സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോംപ്ലിമെന്ററി. സബ്സ്റ്റിറ്റ്യൂട്ട് ക്രോസ് ഇലാസ്റ്റിസിറ്റി, കോംപ്ലിമെന്ററി ക്രോസ് ഇലാസ്റ്റിസിറ്റി, അത് കണ്ടെത്തണം. സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് എന്താണോ അതെന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ ക്രോസ് ഇലാസ്റ്റിസിറ്റി. കോംപ്ലിമെന്ററിയുടെ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് എന്താണോ അതെന്നാണ് കോംപ്ലിമെന്ററിയുടെ ക്രോസ് ഇലാസ്റ്റിസിറ്റി. സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചത് പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസ് ഡിമാൻഡ് പോസിറ്റീവ് ആണെങ്കിൽ ക്രോസ് ഇലാസ്റ്റിസിറ്റിയും പോസിറ്റീവ് ആയിരിക്കും. കോംപ്ലിമെന്ററിയുടെ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് നെഗറ്റീവ് ആണെങ്കിൽ കോംപ്ലിമെന്ററിയുടെ ക്രോസ് ഇലാസ്റ്റിസിറ്റിയും നെഗറ്റീവ് ആണ്. നമുക്ക് വരാം. ഓൾറെഡി നമ്മൾ ഇക്വേഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്. നെക്സ്റ്റ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഇഫ് ടു ഗുഡ്സ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട്. നമ്മൾ പറഞ്ഞു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ ക്രോസ് ഇലാസ്റ്റിസിറ്റി. പെപ്സിയുടെ കൊക്കക്കോളയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പെപ്സിയുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? പോസിറ്റീവ്. പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റിയാണ് സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ കേസിൽ ഉണ്ടാവുക. പ്രൈസ് ഡിമാൻഡ് എന്താണോ അതന്നാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി റിലേഷൻഷിപ്പ്. ഇനി അതുപോലെ കോംപ്ലിമെന്ററി ഗുഡിന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് നെഗറ്റീവ് അല്ലേ? അതേ റിലേഷൻഷിപ്പ് ആണ് ഏതിൽ വരുന്നത്? ക്രോസ് ഇലാസ്റ്റിസിറ്റിയുടെ കേസിൽ ഇവിടെ കണക്ട് ചെയ്യുന്നത്. ക്രോസ് ഇലാസ്റ്റിസിറ്റി നെഗറ്റീവ് ആണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ഇഫ് ടു ഗുഡ്സ് ആർ, നമ്മൾ പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു ഇഫ് ടു ഗുഡ്സ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട്. ക്രോസ് ഇലാസ്റ്റിസിറ്റി പോസിറ്റീവ്. If two goods are complementary, cross elasticity negative. If two goods are totally unrelated എന്ന് പറയുമ്പോൾ സാംസങ് ജിയോ, അല്ലെങ്കിൽ സാംസങ് പെപ്സി യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. അങ്ങനെ റിലേഷൻഷിപ്പ് ഇല്ലാത്ത രണ്ട് ഗുഡ് തമ്മിലുള്ള ക്രോസ് ഇലാസ്റ്റിസിറ്റി 0 ആണ്. സാംസങ്ങിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ അതൊരിക്കലും കൊക്കക്കോളയൊന്നും ബാധിക്കില്ല. സാംസങ്ങുമായി ബന്ധമില്ലാത്ത പ്രോഡക്റ്റ് യാതൊരു റിലേഷൻഷിപ്പും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അൺറിലേറ്റഡ് ഗുഡിന്റെ ക്രോസ് ഇലാസ്റ്റിസിറ്റി 0 ആണ്. നോട്ട് ചെയ്ത് വെക്കണം. സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ ക്രോസ് ഇലാസ്റ്റിസിറ്റി പോസിറ്റീവ്, കോംപ്ലിമെന്ററിയുടെ ക്രോസ് ഇലാസ്റ്റിസിറ്റി നെഗറ്റീവ്, അൺറിലേറ്റഡ് ഗുഡിന്റെ ക്രോസ് ഇലാസ്റ്റിസിറ്റി 0. ഇനി നമുക്ക് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നോട്ട് ചെയ്ത് വെക്കണം. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇപ്പൊ പ്രൈസ് സെയിം ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. പ്രൈസ് സെയിം ആയിരിക്കും, സെപ്പറേറ്റ് ബ്രാൻഡും ഉണ്ട്. ഫോർ എക്സാമ്പിൾ മിനറൽ വാട്ടർ കേരളത്തിൽ 1 ലിറ്ററിന് 20 റുപ്പിയാണ് എല്ലായിടത്തും. 1 ലിറ്ററിന് 20 റുപ്പിയാണ്. ഈ 1 ലിറ്റർ അക്കോഫിനയുടെ റേറ്റ് 22 ആക്കി കഴിഞ്ഞാൽ അക്കോഫിനെ കസ്റ്റമേഴ്സിന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എല്ലാവരും 20 ആണ്. ഒരിക്കലും മിനറൽ വാട്ടർ ബ്രാൻഡ് ചോദിച്ചിട്ടല്ല നമ്മൾ വാങ്ങുക. ജസ്റ്റ് നമ്മൾ ബസ് ഇറങ്ങിയ ഉടനെ ഏതാണോ ഷോപ്പ് അവിടുന്ന് ആദ്യം വാങ്ങിയിട്ട് പോകുന്നു. അപ്പോൾ ഒരു കമ്പനിക്കും ഒരു കറക്റ്റ് ഡിമാൻഡ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് മിനറൽ വാട്ടറിന്റെ കേസിൽ ഉണ്ടാവുക. അത്രയും ഗുഡ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ ഒരിക്കലും ഡിമാൻഡ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു മിനറൽ വാട്ടറിന്റെ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ ഡിമാൻഡ് ഒരിക്കലും ഫ്യൂച്ചറിൽ ഇത്ര ഉണ്ടാവും എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാവരും സെയിം പ്രൈസ് ആണ്. ആരും ബ്രാൻഡ് ചോദിച്ചിട്ടല്ല വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഇൻഫർമേഷനെ കുറിച്ച് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത്രയും ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റ് എന്ന് പറയാം. ഒരിക്കലും നമുക്ക് കറക്റ്റ് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്താം. അപ്പോൾ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റ് ആണ്. സെപ്പറേറ്റ് നോട്ടാണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ പറയുന്നത് ക്രോസ് ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് ഏതാണ്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ ഗ്രാഫ് വരെ ഈ ഒരു ഷേപ്പ് ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ ഗ്രാഫ് വരുന്നത് ഈ ഒരു ഷേപ്പിലായിരിക്കും ഗ്രാഫ് വരാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ ഗ്രാഫാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് അപ്വാർഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ഡിമാൻഡ് പോസിറ്റീവ് ആണ്. ഇനി കോംപ്ലിമെന്ററി ഗുഡിന്റെ റിലേഷൻഷിപ്പ്. കോംപ്ലിമെന്ററി ഗുഡിന്റെ കേസിൽ പ്രൈസ് ഡിമാൻഡ് നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ആയിരിക്കും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ ഗ്രാഫാണ്. ഇത് കോംപ്ലിമെന്ററിയുടെ ഗ്രാഫാണ്. കോംപ്ലിമെന്ററിയുടെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് നെഗറ്റീവ്, സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് പോസിറ്റീവ്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത ഡിമാൻഡാണ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. അതിന്റെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് ഇൻഫിനിറ്റ് ആണ്. പ്രൈസ് സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഇൻഫിനിറ്റ് എന്ന് പറയാൻ കാരണം.
ഇനി അതേപോലെ അൺറിലാറ്റഡ് ഗുഡ് 0 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്തായിരിക്കും? വെർട്ടിക്കൽ ആയിരിക്കും. അൺറിലാറ്റഡ് ഗുഡ് ഇത് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഒന്നുകൂടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് പോസിറ്റീവ്, കോംപ്ലിമെന്ററിയുടെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് നെഗറ്റീവ്, പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് ഇൻഫിനിറ്റ് ഹൊറിസോണ്ടൽ, അൺറിലാറ്റഡ് ഗുഡിന്റെ ഷേപ്പ് 0. അൺറിലാറ്റഡ് 0 ആണ്, ഡിമാൻഡ് 0 ആണെങ്കിൽ ഷേപ്പ് വെർട്ടിക്കൽ ആയിരിക്കും. വെർട്ടിക്കൽ ആണ് ഡിമാൻഡ് കർവിന്റെ ഷേപ്പ്, വെർട്ടിക്കൽ ആണ് അൺറിലാറ്റഡ് ഗുഡ്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിൽ ഹൊറിസോണ്ടൽ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലേക്ക് വരേണ്ടതുണ്ട്. ജസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഓരോന്നായിട്ട് കമൻറ്റ് ചെയ്യുക, ചാറ്റ് ബോക്സ് ആക്റ്റീവ് ആവുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോളൂ. For what type of good does demand fall with a rise in income level of household? Option A inferior and option B substitute, option C luxury and option D necessary. Correct answer comment ചെയ്യുക. For what type of good does demand fall with rise in income? നിങ്ങൾ ഇൻകം കൂടുമ്പോൾ ഏതിൻ്റെ ഡിമാൻഡാണ് ഡിക്രീസ് ചെയ്യുക? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഗുഡ്, ഇൻഫീരിയർ ഗുഡ്. ഇൻഫീരിയർ ഗുഡ്. ഓക്കെ, ഇനി നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്താവും? നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി, നിങ്ങൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് സംഭവിക്കുന്ന ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ കമൻറ്റ് ചെയ്യുക. കറക്റ്റ് ആൻസർ എന്താണ്? ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് സംഭവിക്കുക? ഇൻഫീരിയർ ഗുഡിൻ്റെ കേസിൽ റൈസ് ആണോ, ഫാൾ ആണോ, അൺചേഞ്ച്ഡ് ആണോ, ബിക്കം 0 ആണോ? കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്താ സംഭവിക്കുക? ഫാൾ. ഓക്കെ, ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഫാൾ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഗുഡ്സ് ഹാവിങ് നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. ഇതിൽ ഏത് ഗുഡാണ് നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി? ഇൻകം ഇലാസ്റ്റിസിറ്റി 3 ടൈപ്പ്: പോസിറ്റീവ്, പോസിറ്റീവ്, 0, അതേപോലെ തന്നെ നെഗറ്റീവ്. നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി എക്സാമ്പിളായിട്ട് വരുന്ന ഗുഡ് ഏതാണെന്ന് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഹാവ് നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഡാഷ് ഹാവ് നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ലക്ഷറി ഗുഡ്, നോർമൽ ഗുഡ്, ഇൻഫീരിയർ ഗുഡ്. നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ലക്ഷറി, നെസസറി, നോർമൽ, ഇൻഫീരിയർ. നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി കറക്റ്റ് ആൻസർ ഏതാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഏതാണ്? ഇൻഫീരിയർ. ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If quantity demand does not change, income changes. Income elasticity of demand below 1, above 1, 0. Correct answer. Comment box use here. Quantity demand does not change. Income elasticity of demand is 0. Option C. Okay. Goods having 0 income elasticity. Goods having 0 income elasticity. Inferior good, normal good, luxury good, none of the above. Correct option. Comment here. ഗുഡ്സ് ഹാവിങ് 0 ഇൻകം ഇലാസ്റ്റിസിറ്റി. 0 ഇൻകം ഇലാസ്റ്റിസിറ്റി ഇൻഫീരിയർ നെഗറ്റീവ് ആണ്, അതെല്ലാം ഉറപ്പിക്കുക. നോർമൽ പോസിറ്റീവ് ആണ്, അതുമല്ല. ലക്ഷറിയും പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ആണ്, അതുമല്ല. അപ്പോൾ നൺ ഓഫ് ദ എബോ. നെസസറി ആണ് കറക്റ്റ് ആൻസർ, പക്ഷേ അത് നെസസറി ഇല്ല. നൺ ഓഫ് ദ എബോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇൻകം ഇൻക്രീസ് 10, ഡിമാൻഡ് ഇൻക്രീസ് 5. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഡാഷ്. അപ്പോൾ ഇൻകം ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ അറിയാം, D/Y ഫോർമാറ്റ് ആണ്. ഡി എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻക്രീസ് 10%, ഡിമാൻഡ് ഇൻക്രീസ് 5. 5/10 ഫോർമാറ്റ് ആണ് യൂസ് ചെയ്യുക. 5/10 എത്ര? 5/10 വരുന്നത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക. യെസ്, 0.5 ആൻസർ വരുന്നു. ഓക്കെ, ഇനി ഇഫ് ടു ഗുഡ്സ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട്. If two goods are substitute, cross elasticity between. If two goods are substitute, cross elasticity between. Two goods are substitute, cross elasticity. Yes, option A. Correct answer, option A. Correct ആണ് option A. Next one, if two goods are totally unrelated, cross elasticity. Totally unrelated, cross elasticity. Correct answer. Chat box use ചെയ്യുക. ടോട്ടലി അൺറിലാറ്റഡ്, ഒരു ബന്ധമില്ലാത്ത ഗുഡ് ആണെങ്കിൽ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? നെഗറ്റീവ്. ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 10. ഇഫ് ടു ഗുഡ്സ് ആർ കോംപ്ലിമെന്ററി. സോറി, 9 മാറിപ്പോയി. 9 ടോട്ടലി അൺറിലാറ്റഡ് ഗുഡ് ആണ്, 0 ആണ്. കറക്റ്റ് ആൻസർ 0. ഓക്കെ, ടോട്ടലി അൺറിലാറ്റഡ് ഗുഡ് ഇലാസ്റ്റിസിറ്റി എന്താണ്? 0 ആണ്. ഓക്കെ, ഇനി ഇഫ് ടു ഗുഡ്സ് ആർ കോംപ്ലിമെന്ററി ഗുഡ് ആണെങ്കിൽ ക്രോസ് ഇലാസ്റ്റിസിറ്റി ബിറ്റ്വീൻ ദം. കോംപ്ലിമെന്ററി ഗുഡ് ക്രോസ് ഇലാസ്റ്റിസിറ്റി നെഗറ്റീവ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് പോസിറ്റീവ്, ടോട്ടലി അൺറിലാറ്റഡ് ഗുഡ് 0. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്.
പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് വെച്ചാൽ ഈസി ആയിട്ട് പറയാൻ പറ്റും. ഏതാണ്? ഇൻഫിനിറ്റ്. കറക്റ്റ് ആൻസർ ഇൻഫിനിറ്റ്. നെക്സ്റ്റ് വൺ, ഡാഷ് മെഷേഴ്സ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഇൻ റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ കൺസ്യൂമേഴ്സ് ഇൻകം. ചേഞ്ച് ഇൻ ഡിമാൻഡ് റെസ്പോൺസ് ടു കൺസ്യൂമേഴ്സ് ചേഞ്ച് ഇൻ ഇൻകം. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം. കറക്റ്റ് ആൻസർ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം. ഏതാ ആൻസർ വരുന്നത്? കറക്റ്റ് ആൻസർ ക്രോസ് ഇലാസ്റ്റിസിറ്റി. ഇൻകം ഏതാണ് കറക്റ്റ് വരുന്നത്? ഇൻകം ഇലാസ്റ്റിസിറ്റി. ഏത് ഇലാസ്റ്റിസിറ്റിയാണ്? ഇൻകം ഇലാസ്റ്റിസിറ്റി. കറക്റ്റ് ആൻസർ ഇൻകം ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഇൻകം ഇലാസ്റ്റിസിറ്റി. Next area, demand for particular commodity may change due to change in price of related good. Related good two type ആണ്. അതിൽ എങ്ങനെ വരാം? റിലേറ്റഡ് ഗുഡുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഇലാസ്റ്റിസിറ്റി ഈസി ആയിട്ട് പറയാൻ പറ്റും. ഓപ്ഷൻ സി ക്രോസ് ഇലാസ്റ്റിസിറ്റി. ഈസി ക്രോസ് ഇലാസ്റ്റിസിറ്റി. ഓപ്ഷൻ സി ക്രോസ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, നെക്സ്റ്റ്, ദ കോൺസെപ്റ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഡെവലപ്പ് ബൈ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദ കോൺസെപ്റ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഡെവലപ്പ് ബൈ ആരാണ് നോക്കാം? ഡെവലപ്പ് ബൈ ഓപ്ഷൻ എ. പിന്നെ ബി സി ഡി നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ എ ആൽഫ്രഡ് മാർഷൽ വരുന്നുണ്ട്. പിന്നെ കറക്റ്റ് ആൻസർ അങ്ങോട്ട് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഡിഫൈൻഡ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഒരിക്കലും ഇൻകം അല്ല. ഓക്കെ, പ്രൈസ് ചേഞ്ച് ടു ഇൻകം അല്ല. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ഇതാണ് ഏത് ഇലാസ്റ്റിസിറ്റി? പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഇനി ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഡിഫൈൻഡ് ആസ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് പ്രൈസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ഇൻ പ്രൈസ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു ചേഞ്ച് ഇൻ പ്രൈസ് ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസ് അല്ല ഇൻകത്തിൽ വരാമെന്ന് അറിയാലോ. പിന്നെ അതുപോലെ തന്നെ രണ്ട് പ്രൈസും അവിടെ കണക്ട് ചെയ്യില്ല. പ്രൈസ് ടു ചേഞ്ച് ഇൻ ഇൻകം അല്ല. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം. ഇൻകം ചേഞ്ച് ചെയ്യുക. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം. ഓക്കെ, ഇനി പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി, ഇൻകം റൈസസ് ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റി. നിങ്ങൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ആണെങ്കിൽ ഡിമാൻഡ് എന്ത് സംഭവിക്കും? ഡിമാൻഡ് ഓൾസോ റൈസസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, ഇൻകം ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ വൺ പ്രോഡക്റ്റ് ഈസ്. ഏതൊക്കെ ഗുഡ് വരും? സുപ്പീരിയർ, നോർമൽ. ഓപ്ഷൻ കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഗ്രേറ്റർ ദാൻ 0 ആണ്. തീർച്ചയായിട്ടും ഏതാണ്? ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, ഡാഷ് ഹാവ് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇതിലേതാണ് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? കോംപ്ലിമെന്ററി ഗുഡ്, നെസസറി ഗുഡ്, നോർമൽ ഗുഡ്, ഇൻഫീരിയർ ഗുഡ്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഏത് ഗുഡാണ്? കോംപ്ലിമെന്ററി ഗുഡ്, നെസസറി ഗുഡ്, നോർമൽ ഗുഡ്, ഇൻഫീരിയർ ഗുഡ്. കറക്റ്റ് ആൻസർ പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി നോർമൽ ഗുഡ്. കറക്റ്റ് ആൻസർ നോർമൽ ഗുഡ്. കോംപ്ലിമെന്ററി നെഗറ്റീവ് ആണ്, നെസസറി കോൺസ്റ്റന്റ് ആണ്. ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ആണ്. പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി നോർമൽ ഗുഡ്. ഓക്കെ, യെസ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ്. അടുത്ത ഹെഡിങ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. നെക്സ്റ്റ് ഹെഡിങ് നോട്ട് ചെയ്ത് വെക്കുക. പ്രൈസ് ഇലാസ്റ്റിസിറ്റി. വാട്ട് ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി? ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ലൈഫിൽ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. 90% ഗുഡ്സും നമ്മുടെ ലൈഫിൽ ഇലാസ്റ്റിക് ആണ്. പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡിമാൻഡ് ചേഞ്ച് ചെയ്യും. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്രൈസിനോട് ഡിമാൻഡ് റെസ്പോണ്ട് ചെയ്യുക. 90% ഗുഡ്സ് നമ്മുടെ ലൈഫിൽ ഇലാസ്റ്റിക് ആണ്. 10% ഗുഡ് ഇൻഇലാസ്റ്റിക് ആണ്. പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അത് ഇൻഇലാസ്റ്റിക് ആണ്. ലൈഫിൽ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനോട് ഡിമാൻഡ് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് ആണ്. പ്രൈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഡിമാൻഡ് ഓൾവേസ് കോൺസ്റ്റന്റ്. എക്സാമ്പിൾ ആയിട്ട് പറയാം, നെസസറി ഗുഡ്, മെഡിസിനൊക്കെ അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പ്രൈസ് നോക്കാതെ കൺസ്യൂം ചെയ്യുന്ന ഗുഡാണ് നെസസറി ഗുഡ്. അത്തരം ഇലാസ്റ്റിസിറ്റി ഇൻഇലാസ്റ്റിക് ആണ്. അപ്പോൾ ലൈഫിൽ 100%-ൽ 90 ഇലാസ്റ്റിക്, 10 ഇൻഇലാസ്റ്റിക് ആണ്. ഇൻഇലാസ്റ്റിക്കിൽ മെഡിസിൻ പ്യുവർ ഇൻഇലാസ്റ്റിക് ആണ്. പിന്നെ ഗ്യാസ് ലെസ് ഇലാസ്റ്റിക് ആണ്. അങ്ങനെ കാര്യമായിട്ട് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യില്ല. ഇലക്ട്രിസിറ്റി, പിന്നെ സിഗരറ്റ്, ഇതൊക്കെ ഏതാണ്? ലെസ് ഇലാസ്റ്റിക് ആണ്. സോഫ്റ്റ് ഡ്രിങ്ക്, പെപ്സി, 7up, കൊക്കോകോള ഇലാസ്റ്റിക് ആണ്. നോർമൽ ഗുഡ്, ലക്ഷറി ഗുഡ് ഇലാസ്റ്റിക് ആണ്. ക്ലോത്ത് ഇലാസ്റ്റിക് ആണ്. ഇലക്ട്രോണിക്സ് ഇലാസ്റ്റിക് ആണ്. കാർ ഇലാസ്റ്റിക് ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം. ഇതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി 5 ടൈപ്സ് ആണ്. റിപ്പീറ്റ് ചെയ്യുന്നു, ഇലാസ്റ്റിസിറ്റി 4 ടൈപ്പ്.
പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി, ക്രോസ് ഇലാസ്റ്റിസിറ്റി, അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി. അതിൽ ഇൻകം ഇലാസ്റ്റിസിറ്റി ഫസ്റ്റ് ഡിസ്കസ് ചെയ്തു. 3 ടൈപ്പ്: പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയാണ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി 5 ടൈപ്സ് ആണ്. അതിൽ നമ്പർ 1 പെർഫെക്റ്റ് ഇലാസ്റ്റിക്, പെർഫെക്റ്റ് ഇൻഇലാസ്റ്റിക്, യൂണിറ്ററി ഇലാസ്റ്റിക്, റിലാറ്റീവ്ലി ഇലാസ്റ്റിക്, റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. നമ്പർ 1 പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. നമ്പർ 2 പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. നമ്പർ 3 യൂണിറ്ററി ഇലാസ്റ്റിക്. നമ്പർ 4 റിലാറ്റീവ്ലി ഇലാസ്റ്റിക്. നമ്പർ 5 റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. 5 ടൈപ്സ്. റിപ്പീറ്റ് ചെയ്യുന്നു: പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, യൂണിറ്റ് ഇലാസ്റ്റിക്, റിലാറ്റീവ്ലി ഇലാസ്റ്റിക്, റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. 5 ടൈപ്സ് ആണ് ഇലാസ്റ്റിസിറ്റി. ആ 5 ടൈപ്സ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് വെച്ചത്. ഈ 5 ടൈപ്സ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, പിന്നെ യൂണിറ്ററി, പിന്നെ റിലാറ്റീവ്ലി ഇലാസ്റ്റിക്, റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. നമ്മൾ ഓരോന്നായിട്ട് ആദ്യം ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്? ആദ്യമേ പറയുന്നു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഗുഡ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മിനറൽ വാട്ടർ ഒക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. മിനറൽ വാട്ടറിന്റെ കേസിൽ കേരളത്തിൽ പ്രൈസ് സെയിം ആണ്. 20 റുപ്പി 1 ലിറ്ററിന് പ്രൈസ് സെയിം ആണ്. പ്രൈസ് സെയിം ആണ്, പക്ഷെ ഒരു കമ്പനിക്കും അവരുടെ ഡിമാൻഡ് കറക്റ്റ് പറയാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് ഒരു കറക്റ്റ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. ഡിമാൻഡ് എത്രയാണെങ്കിലും ആവാം. അതല്ല, പ്രൈസ് ഒന്ന് ചെറിയൊരു ചേഞ്ച് കൊണ്ടുവരാം. മിനറൽ വാട്ടർ 2022 ആവാം. അങ്ങനെയാണെങ്കിൽ ആ 2022 ആയ ബ്രാൻഡ് ആരും വാങ്ങാതാവും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാൻഡ് എക്സ് എന്നുള്ളൊരു ബ്രാൻഡ് 2022 ആക്കി, ആ ബ്രാൻഡ് ആർക്കും വേണ്ടതാവും. എന്ന് വെച്ചാൽ അവരുടെ ഡിമാൻഡ് താഴോട്ട് പോകും. എത്ര എന്ന് പറയാൻ പറ്റില്ല, വല്ലാണ്ട് താഴോട്ട് പോകും. അങ്ങനെ വല്ലാണ്ട് താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ അതൊരു ഇൻഫിനിറ്റ് ചേഞ്ച് ആണ്. അതുപോലെ തന്നെ പ്രൈസ് 18 ആക്കി, 2018 ആക്കി, ആ സമയത്ത് അവർക്ക് ഇപ്പോൾ കാര്യമായിട്ട് പറയാൻ പറ്റില്ല. ഡിമാൻഡ് ഹൈ ആയിരിക്കും, എത്ര ആണെങ്കിലും ആവാം. അപ്പോൾ ഒന്നെങ്കിൽ പ്രൈസ് സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു ചേഞ്ച് പ്രൈസിൽ വരാം. ഈ സമയത്ത് ഡിമാൻഡ് ഇൻഫിനിറ്റ് ആയിരിക്കും. അത്തരം ചേഞ്ചസിനെ പറയുന്ന പേരാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിൽ നമ്മൾ പറയുന്നു വെരി സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ്. 20 എന്നുള്ള മിനറൽ വാട്ടർ 22 ആവാം, 18 ആവാം. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് എന്തായിരിക്കും? ഇൻഫിനിറ്റ് ചേഞ്ച് ആയിരിക്കും. അത്തരം ഇലാസ്റ്റിസിറ്റിയെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിസിറ്റി എന്ന് പറയാം. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് വേറെയും പറയും, പ്രൈസ് സെയിം ആയിരിക്കുക, ഡിമാൻഡ് കറക്റ്റായിട്ട് പറയാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് എത്തുക. ഈ സമയത്തും ഇലാസ്റ്റിസിറ്റി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. അവിടെ ഇലാസ്റ്റിസിറ്റി എന്താന്ന് വെച്ചാൽ പറയാം, ഇൻഫിനിറ്റ് ആണ്. ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റ് ആണ്. ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടൽ ആയിരിക്കും. ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ് എന്താണ്? ഹൊറിസോണ്ടൽ. നമുക്ക് നോക്കാം. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിൽ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് നോക്കിയാൽ അറിയാം, ഏതാണ്? ഹൊറിസോണ്ടൽ ആയിരിക്കും വരാം. ഇതാണ് ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ്, ഹൊറിസോണ്ടൽ. കാരണം പ്രൈസ് സെയിം ആയിരിക്കും, ഡിമാൻഡ് കറക്റ്റ് പറയാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റ് ആണ്. ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? ഇൻഫിനിറ്റ് ആണ്. കറക്റ്റ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് എത്തുന്നു. ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റ്. ഓക്കെ, അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് പെർഫെക്റ്റ് ഇലാസ്റ്റിക്കിൽ. ഒന്ന്, പ്രൈസ് സെയിം ആയിരിക്കുക, ഡിമാൻഡ് ഇൻഫിനിറ്റ് ചേഞ്ചസിലെത്തുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പെർഫെക്റ്റ് ഇലാസ്റ്റിക്കിന്റെ ഇലാസ്റ്റിസിറ്റി എന്താണ്? ഇൻഫിനിറ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ്. എന്താന്ന് വെച്ചാൽ ഈസി ആയിട്ട് പറയാൻ പറ്റും, ഹൊറിസോണ്ടൽ ആണ്. ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ് ഏതാന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പറയാം, ഹൊറിസോണ്ടൽ ആയിരിക്കും ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ്. ഓക്കെ, നെക്സ്റ്റ്, ഇതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിന്റെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ്, ഹൊറിസോണ്ടൽ. ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? ഇൻഫിനിറ്റ്. ഇനി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്താന്ന് വെച്ചാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യും, പ്രൈസ് ഡിക്രീസ് ചെയ്യും, ഡിമാൻഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. എക്സാമ്പിൾ നെസസറി ഗുഡ് ആണ്. നെസസറി ഗുഡിന്റെ കേസിൽ ഇപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു, പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നു, ഡിമാൻഡ് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് വെർട്ടിക്കൽ ആണ്. 3 ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. വാട്ട് ഈസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്? പ്രൈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, ഡിമാൻഡ് ഓൾവേസ് കോൺസ്റ്റന്റ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ് വെർട്ടിക്കൽ. ഒരു ചേഞ്ചും ഇല്ല. ഒരു ചേഞ്ചും ഇല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി 0 ആയിരിക്കും. ഒരു ചേഞ്ചും ഇല്ലാത്ത ഇലാസ്റ്റിസിറ്റിയെ പറയുന്ന പേര് 0 എന്നാണ്. ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 0. 3 ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, ഡിമാൻഡ് ഓൾവേസ് കോൺസ്റ്റന്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇലാസ്റ്റിസിറ്റി 0. തേർഡ് ക്വസ്റ്റ്യൻ, ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ് അണ്ടർ പെർഫെക്റ്റ് ഇലാസ്റ്റിക്, വെർട്ടിക്കൽ.
ഓക്കെ, എക്സാമ്പിൾ നെസസറി ഗുഡ്. നെക്സ്റ്റ് വൺ യൂണിറ്ററി ഇലാസ്റ്റിക്. യൂണിറ്ററി ഇലാസ്റ്റിക് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനി അവരുടെ പ്രൈസ് 4% ചേഞ്ച് വരുത്തി, ഡിമാൻഡോ 4%, ഡിമാൻഡും ചേഞ്ച് വന്നു. പ്രൈസ് 4%, ഡിമാൻഡ് 4%, ഈക്വൽ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. അതാണ് യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. പ്രൈസ് എന്താണോ ചേഞ്ച് വന്നത് സെയിം ചേഞ്ച് ഡിമാൻഡിൽ വരിക, അതാണ് യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് ഈസ് ഈക്വൽ ടു percentage change in quantity demand divided by percentage change in price. D for price 4 is equal to 1, unitary elasticity. 4 by 4, unitary elasticity. Unitary elasticity equal proportionate change in demand and price. First question. Second question, under unitary elasticity, then elasticity is equal to 1. Elasticity is equal to 1. Elasticity is equal to 1. ഓക്കെ, ഇനി ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. നോക്കാം. ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് വരുന്നത് ഈ ഒരു ഷേപ്പ് ആയിരിക്കും. നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ഷേപ്പിലാണ് ഡിമാൻഡ് കർവ് വരിക. ഓക്കെ, പ്രൈസ് ഇപ്പോൾ നമ്മളൊരു കമ്പനിയുടെ പ്രൈസ് PQ, കമ്പനിയുടെ പ്രൈസ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു P1. ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നു, ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. പ്രൈസ് 4, ഡിമാൻഡ് 4. Price decrease 4, changes demand 4. 4 by 4 is equal to 1. Elasticity of demand is equal to 1. Demand curve ഈ ഷേപ്പിനെ പറയുന്ന പേര് rectangular hyperbola. Shape of demand curve under unitary elasticity, rectangular hyperbola. Oh, unitary elasticity. What is unitary elasticity? Equal proportionate change in price and demand. Then elasticity of demand is equal to 1. Then shape of demand curve, rectangular hyperbola. Next one, relatively elastic. What is relatively elastic? ഒരു കമ്പനിയുടെ പ്രൈസ് 4% ചേഞ്ച് വന്നു, പക്ഷെ ഡിമാൻഡിലുണ്ടായ ചേഞ്ച് 6%. ഒരു കമ്പനി പ്രൈസ് 4% ചേഞ്ച് വരുത്തി, ഡിമാൻഡ് 6% ആണ് ചേഞ്ച് വന്നത്. ഒരു കമ്പനി എ എന്നുള്ള കമ്പനി പ്രൈസ് 4% ചേഞ്ച് കൊണ്ടുവന്നപ്പോൾ ഡിമാൻഡ് 6% ചേഞ്ച് ഉണ്ടായി. അപ്പോൾ നമ്മൾ പറയുന്നത് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ ചേഞ്ച് ഇൻ പ്രൈസ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ ചേഞ്ച് ഇൻ പ്രൈസ്. അതിനെ പറയുന്ന പേരാണ് റിലാറ്റീവ്ലി ഇലാസ്റ്റിക്. റിലാറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ ചേഞ്ച് ഇൻ പ്രൈസ്. ഇതാണ് റിലാറ്റീവ്ലി ഇലാസ്റ്റിക്. ഓക്കെ, റിലാറ്റീവ്ലി ഇലാസ്റ്റിക് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് നോക്കാം. എന്താണ് റിലാറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത്, ഒരു കമ്പനി അവരുടെ പ്രൈസ് 4% ചേഞ്ച് വരുത്തി, ഡിമാൻഡ് 6%. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടെത്തണമെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഡിമാൻഡ് 6, പ്രൈസ് 4, ആൻസർ 1.5. മോർ ദാൻ 1 ആണ് ആൻസർ കിട്ടുന്നത്. 1 ആണെങ്കിൽ യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ആണ്. മോർ ദാൻ 1 വരുന്നുണ്ടെങ്കിൽ അത് ഏത് ഇലാസ്റ്റിസിറ്റിയാണ്? റിലാറ്റീവ്ലി ഇലാസ്റ്റിക് ആണ്. അപ്പോൾ റിലാറ്റീവ്ലി ഇലാസ്റ്റിക് എന്താണെന്ന് വെച്ചാൽ പറയണം, ചേഞ്ച് ഇൻ ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ ചേഞ്ച് ഇൻ പ്രൈസ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ 1. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇതിൻ്റെ ഗ്രാഫ് വരുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഗ്രാഫ് വരാം. ഈ ഒരു ഷേപ്പിലാണ് ഗ്രാഫ് വരാം. പ്രൈസ് P1, Q1. പ്രൈസിനേക്കാൾ കൂടുതൽ ഡിമാൻഡിൽ ചേഞ്ചസ് ഉണ്ടാവുക. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ ചേഞ്ച് ഇൻ പ്രൈസ്. ഇതാണ് റിലാറ്റീവ്ലി ഇലാസ്റ്റിക്. റിലാറ്റീവ്ലി ഇലാസ്റ്റിക്കിൽ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് നോക്കിയാൽ അറിയാം, ഡൗൺവാർഡ് ആണ്. പക്ഷെ അതിന് നമ്മൾ പറയാ ഫ്ലാറ്റ് എന്നാണ് പറയുക. ഫ്ലാറ്റ് ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ്, ഫ്ലാറ്റ് ഓർ സെമി ഒറിസോണ്ടൽ എന്നും പറയും. ഇപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത് റിലാറ്റീവ്ലി ഇലാസ്റ്റിക്കിൽ. ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ ചേഞ്ച് ഇൻ പ്രൈസ്. അഫ്സൽ, റിലാറ്റീവ്ലി ഇലാസ്റ്റിക് എക്സാമ്പിൾ ലക്ഷറി ഗുഡ് ആണ്. ഗോൾഡിൻ്റെ പ്രൈസ് ചെറിയൊരു മാറ്റം ഉണ്ടായ ഡിമാൻഡ് കാര്യമായിട്ട് ചേഞ്ച് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ കാറ്, ബൈക്ക് ഇതിലൊക്കെ പ്രൈസ് ചേഞ്ചസ് വരുമ്പോൾ കാര്യമായ ചേഞ്ചസ് ഡിമാൻഡിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ന്യൂ ഇയർ ഓഫറൊക്കെ ബൈക്കിനും കാറിനൊക്കെ കൊടുക്കുന്നുണ്ട്.
പ്രൈസ് ചെറിയൊരു ചേഞ്ചസ് ഉണ്ടാവുന്നുള്ളൂ, പക്ഷേ ഡിമാൻഡ് മോർ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ അഫ്സൽ, relatively elastic, change in demand greater than change in price. Okay, next, first question, change in demand greater than change in price. Second question, elasticity of demand is equal to elasticity of demand is equal to greater than 1. Elasticity of demand is equal to greater than 1. The next one, shape of demand curve flat or semi horizontal, flat or semi horizontal, flat or semi horizontal. അഫ്സൽ എവിടെ പഠിച്ചത്? അഫ്സൽ എവിടെ പഠിച്ചത്? ലക്ഷ്യത്തിനാണോ പഠിച്ചത് അഫ്സൽ? യെസ്, ചേഞ്ച് ഇൻ ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ, നെക്സ്റ്റ്, ഇനി റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. അടുത്ത ഏരിയ ഏതാണ്? റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ചേഞ്ച് ഇൻ ഡിമാൻഡ്. ഇപ്പോൾ നമ്മളൊരു കമ്പനിയുടെ പ്രൈസ് 4% ചേഞ്ച് ചെയ്തു. ഓക്കെ, ഡിമാൻഡ് ചേഞ്ചസ് ഉണ്ടായത് 2% ആണ്. പ്രൈസ് 4% ചേഞ്ച് ചെയ്തു, ഡിമാൻഡ് എത്ര ചേഞ്ച് ചെയ്തു? 2%. അങ്ങനെയാണെങ്കിൽ റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്ന് വെച്ചാൽ റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് ലെസ് ദാൻ ചേഞ്ച് ഇൻ പ്രൈസ്. ഇതാണ് റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. എന്താണ് റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് ലെസ് ദാൻ ചേഞ്ച് ഇൻ പ്രൈസ്. ഒരു കമ്പനിയുടെ പ്രൈസ് 4% ആണ് ചേഞ്ച് ചെയ്തത്, അപ്പോൾ ഡിമാൻഡ് എത്ര ചേഞ്ച് ചെയ്തു? 2%. ചേഞ്ച് ഇൻ ഡിമാൻഡ് ലെസ് ദാൻ ചേഞ്ച് ഇൻ പ്രൈസ്. കാര്യമായ റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ അത് റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് ലെസ് ദാൻ ചേഞ്ച് ഇൻ പ്രൈസ്, റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. ഓക്കെ, ഇലാസ്റ്റിസിറ്റി എന്താന്ന് വെച്ചാൽ നമുക്ക് പറയാം D/P ഫോർമാറ്റ് ആണ് യൂസ് ചെയ്തത്. D എത്രയാണ്? 2, 4, P എത്രയാണ്? 4. അപ്പോൾ ആൻസർ വരുന്നത് 0.5 ആണ് ആൻസർ വരിക. 0.5 എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ലെസ് ദാൻ 1 ആണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എത്ര ആയിരിക്കും? ലെസ് ദാൻ 1 ആണ്. അപ്പോൾ റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്താന്ന് വെച്ചാൽ പറയണം ചേഞ്ച് ഇൻ ഡിമാൻഡ് ലെസ് ദാൻ ചേഞ്ച് ഇൻ പ്രൈസ്, ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1. ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഇതിൻ്റെ ഗ്രാഫ് വരില്ല ഇങ്ങനെ ആയിരിക്കും. ഗ്രാഫ് നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഷേപ്പിലാണ് ഗ്രാഫ് വരാം. ശ്രദ്ധിക്കുക, ഗ്രാഫ് ഈ ഒരു ഷേപ്പിലായിരിക്കും ഗ്രാഫ് വരാം. പ്രൈസ്, ഡിമാൻഡ്, P1, Q1, change in demand less than change in price. First question, change in demand less than change in price. Answer, relatively inelastic. Relatively inelastic. Relatively inelastic in example perishable good ആണ്. ഇപ്പോൾ ഓറഞ്ചൊക്കെ in example ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഓറഞ്ചൊക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് എന്താ ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ പെരിഷബിൾ ഗുഡിൻ്റെ പ്രത്യേകത പ്രൈസ് കൂടുതൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കില്ല. ഓറഞ്ചിൻ്റെ പ്രൈസൊക്കെ വല്ലാണ്ട് ചേഞ്ച് ചെയ്തു, പക്ഷേ ഡിമാൻഡൊക്കെ ലിമിറ്റഡ് ഉണ്ട്. നമ്മൾ കൂടുതൽ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവെക്കാറൊന്നുമില്ല. അപ്പോൾ അത്രയും ഗുഡ് ഏതാണ്? റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ഡിമാൻഡ് ലെസ് ദാൻ ചേഞ്ച് ഇൻ പ്രൈസ് റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണ്. റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. ഓക്കെ, റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. അപ്പോൾ റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ചേഞ്ച് ഇൻ ഡിമാൻഡ് ലെസ് ദാൻ ചേഞ്ച് ഇൻ പ്രൈസ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താന്ന് വെച്ചാൽ ലെസ് ദാൻ 1 ആണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ്? ലെസ് ദാൻ 1 ആണ്. ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ് പഠിക്കുമ്പോൾ സ്റ്റീപ്പ്. ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ് ഏതാണ്? സ്റ്റീപ്പ് ഓർ സെമി വെർട്ടിക്കൽ. സ്റ്റീപ്പ് ഓർ സെമി വെർട്ടിക്കൽ ആണ്. സ്റ്റീപ്പ് ഓർ സെമി വെർട്ടിക്കൽ. ഓക്കെ, സ്റ്റീപ്പ് ഓർ സെമി വെർട്ടിക്കൽ. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആണ് റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക് കണക്ട് ചെയ്ത് വരുന്നത്. ഏതൊക്കെയാണ്? ചേഞ്ച് ഇൻ ഡിമാൻഡ് ലെസ് ദാൻ ചേഞ്ച് ഇൻ പ്രൈസ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ലെസ് ദാൻ 1, ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ് സ്റ്റീപ്പ് ഓർ വെർട്ടിക്കൽ, സ്റ്റീപ്പ് ഓർ സെമി വെർട്ടിക്കൽ. സെമി വെർട്ടിക്കൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇത് നമുക്ക് ജസ്റ്റ് ഈ ഒരു കേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, നമ്പർ 1. നമ്പർ 2 പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. നമ്പർ 3 യൂണിറ്റ് ഇലാസ്റ്റിക്. നമ്പർ 4 റിലാറ്റീവ് ഇലാസ്റ്റിക്. നമ്പർ 5 റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. ഇത് നമുക്ക് ഇങ്ങനെ പറയാം, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിൽ പ്രൈസ് കോൺസ്റ്റന്റ് ആണ്.
പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിൽ ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് ആണ്. യൂണിറ്ററി ഇലാസ്റ്റിക്കിൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പ്രൈസ്. റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ ചേഞ്ച് ഇൻ പ്രൈസ്. റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ചേഞ്ച് ഇൻ ഡിമാൻഡ് ലെസ് ദാൻ ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ, ഇനി റിലാറ്റീവ്ലി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിൽ ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിൽ ഇലാസ്റ്റിസിറ്റി 0, യൂണിറ്റ് ഇലാസ്റ്റിക് ഇലാസ്റ്റിസിറ്റി 1, relatively elastic elasticity more than 1, elasticity more than 1, relatively inelastic elasticity less than 1. Okay, the next one, shape of demand curve, perfectly elastic horizontal, perfectly inelastic vertical, unit elastic rectangular hyperbola, relatively inelastic flat or semi horizontal. The next one, relatively inelastic steep or semi vertical, steep or semi vertical. Okay, ഇനി നെക്സ്റ്റ് ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അടുത്ത ഹെഡിങ് ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ്. ഇലാസ്റ്റിസിറ്റി ഇലാസ്റ്റിക് ഒരു പ്രോഡക്റ്റിന്റെ ഇലാസ്റ്റിസിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒരു പ്രോഡക്റ്റിന്റെ ഇലാസ്റ്റിസിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഫാക്ടർ അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്. സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ പെട്ടെന്ന് ചേഞ്ചസ് ഫീൽ ചെയ്യാൻ പറ്റും. കൂടുതൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഉള്ള, ഇപ്പം ഞാനൊരു ബിസിനസ് ചെയ്യാൻ വരുമ്പോൾ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്നെ ബാധിക്കും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ എണ്ണം കൂടുമ്പോൾ ഇലാസ്റ്റിസിറ്റി മോർ ദാൻ 1 ആണ്, മോർ ഇലാസ്റ്റിക് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ എണ്ണം കുറയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 ആണ്. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ എണ്ണം കൂടുമ്പോൾ മോർ ഇലാസ്റ്റിക്, സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ എണ്ണം കുറയുമ്പോൾ ലെസ് ഇലാസ്റ്റിക്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി എന്നുള്ള ഫാക്ടർ അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതിൽ ഫസ്റ്റ് ഫാക്ടർ, നിങ്ങൾ ബിസിനസ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട് നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് കണക്ട് ചെയ്യും, നിങ്ങളെ പ്രൈസ് ചേഞ്ച് നിങ്ങളെ വല്ലാണ്ട് ബാധിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് മോർ ഇലാസ്റ്റിക് എന്നാണ്, ലെസ് സബ്സ്റ്റിറ്റ്യൂട്ട് ലെസ് ഇലാസ്റ്റിക് എന്നാണ്. ഓക്കെ, ഇനി പൊസിഷൻ ഓഫ് എ കമ്മോഡിറ്റി കൺസ്യൂമേഴ്സ് ബജറ്റ്. പൊസിഷൻ ഓഫ് എ കമ്മോഡിറ്റി കൺസ്യൂമേഴ്സ് ബജറ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ബജറ്റ് എത്രയാവട്ടെ, നിങ്ങളെ സാലറി 1 lakh റുപ്പി ആണെങ്കിൽ ആ 1 lakhൽ നിന്ന് നിങ്ങൾ കൂടുതൽ ചിലവാക്കുക ഇലാസ്റ്റിക് ഉണ്ട്, ഇൻഇലാസ്റ്റിക് ഉണ്ട്. നമ്മൾ ഇലാസ്റ്റിക് ഗുഡും ഉണ്ട്, ഇൻഇലാസ്റ്റിക് ഗുഡും ഉണ്ട്. നിങ്ങളുടെ സാലറിയുടെ മേജർ പോർഷൻ പോണത് തീർച്ചയായിട്ടും ലക്ഷറി ലൈഫ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും. ബൈക്ക്, കാർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. നമ്മൾ നെസസറി ഗുഡിന് ഒരു ലിമിറ്റഡ് എമൗണ്ട് ആണ് ചിലവാക്കുക. അപ്പോൾ നെസസറി ഗുഡ് ഇൻഇലാസ്റ്റിക് ആണ്, നോർമൽ ലക്ഷറി പ്രസ്റ്റീജ് ഇലാസ്റ്റിക് ആണ്. നമ്മൾ ഇൻകത്തിന്റെ മേജർ പോർഷൻ പോണത് ഇലാസ്റ്റിക്കിലേക്കും ലോവർ പോർഷൻ പോണത് ഇൻഇലാസ്റ്റിക്കിലേക്കുമാണ്. ലോവർ പോർഷൻ പോണത് ഇൻഇലാസ്റ്റിലേക്കും മേജർ പോർഷൻ പോണത് ഏതിലേക്കാണ്? ഇലാസ്റ്റിക്കിലേക്കും. എൻ്റെ ബജറ്റിന്റെ മേജർ പോർഷൻ ഇലാസ്റ്റിക് ആണ്, ലോവർ പോർഷൻ ഇൻഇലാസ്റ്റിക് ആണ്. ഓക്കെ, ഇനി നാച്ചർ ഓഫ് കമ്മോഡിറ്റി. ലക്ഷറി ഗുഡ്സ് ഉണ്ട്, കംഫർട്ട് ഗുഡ് ഉണ്ട്, നെസസറി ഗുഡ് ഉണ്ട്. നെസസറി കംഫർട്ട് നമ്മൾ വാങ്ങും എന്നുറപ്പുള്ള ഗുഡാണ്. എന്നാൽ ലക്ഷറി ഗുഡ് നമ്മളെ പ്രൈസ് നോക്കിയാണ് നമ്മൾ കൺസ്യൂം ചെയ്യുക. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഗുഡ് ലക്ഷറി ഗുഡാണ്. അപ്പോൾ കംഫർട്ട് ഗുഡിനേക്കാളും നോർമൽ ഗുഡിനേക്കാളും കൂടുതൽ റെസ്പോൺസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഗുഡ് ലക്ഷറി ഗുഡാണ്. അതുകൊണ്ട് ലക്ഷറി ഗുഡിനാണ് കൂടുതൽ റെസ്പോൺസ് ഉണ്ടാവുക, മോർ ഇലാസ്റ്റിക് ലക്ഷറി ഗുഡാണ്. ഇനി കൺസ്യൂമർ ഹാബിറ്റ്. കൺസ്യൂമർ ഹാബിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചില പ്രോഡക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ഉണ്ട്. അത്രയും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് പ്രൈസ് നോക്കാതെ കൺസ്യൂം ചെയ്യും. അവിടെ ചേഞ്ച് ഇൻ ഡിമാൻഡ് ലെസ് ദാൻ ചേഞ്ച് ഇൻ പ്രൈസ് ആണ്, പ്രൈസ് നോക്കാതെ കൺസ്യൂം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അത്തരം ഇലാസ്റ്റിസിറ്റി റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണ്. അപ്പോൾ കൺസ്യൂമർ ഹാബിച്വൽ ഗുഡ്സിന്റെ ഇലാസ്റ്റിസിറ്റി റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണ്. നെക്സ്റ്റ് വൺ, നമ്പർ ഓഫ് യൂസസ് ഓഫ് കമ്മോഡിറ്റി. ഒരു പ്രോഡക്റ്റ് പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കും. ഇപ്പൊ ഇലക്ട്രിസിറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇലക്ട്രിസിറ്റി ബില്ലിൽ യൂണിറ്റിന്റെ ചാർജസിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ പോലും ഇലക്ട്രിസിറ്റിയെ ബാധിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ് ആണെങ്കിൽ പോലും ഇലക്ട്രിസിറ്റി പ്രൈസ് അതിന്റെ കൺസംഷനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ നമ്പർ ഓഫ് യൂസ് ഓഫ് കമ്മോഡിറ്റി അത്തരം പ്രോഡക്റ്റ് പോലും ഇലാസ്റ്റിക് ഗുഡ് ആണ്. ഇലക്ട്രിസിറ്റി യൂണിറ്റിന് ചാർജ് കൂട്ടി കഴിഞ്ഞാൽ ഫാദർ പെട്ടെന്ന് ലൈറ്റ് മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഓഫ് ആക്കും, മൊത്തത്തിൽ കറണ്ട് കൺട്രോൾ ചെയ്യും. അങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈസ് റെസ്പോൺസ് ആണ്, അങ്ങനെയാണെങ്കിൽ അത് ഇലാസ്റ്റിക് ആണ്. നെക്സ്റ്റ് വൺ, പ്രൈസ് റേഞ്ച്. പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ, പ്രൈസ് റേഞ്ച് നമ്മൾ സാധാരണ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്.
ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും, പ്രൈസ് റേഞ്ച് ആണ് പറയാൻ പോണത് കേട്ടോ. പ്രൈസ് റേഞ്ച് ആണ്. 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. നമുക്കറിയാവുന്ന കേസാണ്. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. നോർമൽ കേസാണ്. ഇനി ഗോൾഡിൻ്റെ പ്രൈസ് 44,046 ആയി, ഡിമാൻഡ് റെസ്പോണ്ട് ചെയ്യും, ഇലാസ്റ്റിക് ആണ്. ഗോൾഡിൻ്റെ പ്രൈസ് 46 ആയി, 46,000 ആയി, ഡിമാൻഡ് റെസ്പോണ്ട് ചെയ്യും, അത് ഇലാസ്റ്റിക് ആണ്. എന്നാൽ 46,000 90,000 ആയി, പ്രൈസ് അപാരമായിട്ട് ഇൻക്രീസ് ചെയ്യണം. ഹൈ പ്രൊപ്പോർഷനിൽ എന്ത് ചെയ്യണം, പ്രൈസ് എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് ആരും മെയിൻറ്റെയിൻ ചെയ്താവും. ഗോൾഡ് പിന്നെ മെല്ലെ മെല്ലെ ഒഴിവാക്കും. നോർമൽ യൂസ് ആ സാധനം നമ്മൾ എന്ത് ചെയ്യും, നിർത്തി വെക്കും. പ്രൈസ് ഓവറായിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആവും. മിഡിൽ ലെവലിൽ പ്രൈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇലാസ്റ്റിക് ആണ്. ഗോൾഡിൻ്റെ പ്രൈസ് 46, 48 ആവാം, ഡിമാൻഡ് റെസ്പോണ്ട് ചെയ്യും, അത് ഇലാസ്റ്റിക് ആണ്. പക്ഷെ പ്രൈസ് ചേഞ്ച് വെരി ഹൈ, അല്ലാണ്ട് മുകളിലോട്ട് പോകുമ്പോൾ അത് വേണ്ട എന്ന് വെക്കും. അങ്ങനെയാണെങ്കിൽ അത്രയും ഗുഡ് ഇൻഇലാസ്റ്റിക് ആണ്. അത്രയും ഗുഡ് ഏതാണ്, ഇൻഇലാസ്റ്റിക്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും പ്രൈസ് റേഞ്ച് വെരി ഹൈ വെരി ലോ, ഇൻഇലാസ്റ്റിക് ആവും. നോർമൽ കേസിൽ, മിഡിൽ റേഞ്ചിൽ ഇലാസ്റ്റിക് ആണ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻകം ഞാൻ ചെലവാക്കുന്നു, അത് നല്ല രൂപത്തിലാണെങ്കിൽ ഇലാസ്റ്റിക് ആണ്. അതല്ല, നമ്മൾ ആ പ്ലാൻഡ് അല്ലാതെ നമ്മൾ ചിലവാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇൻഇലാസ്റ്റിക് ആയിട്ട് മാറും. ഗവൺമെൻറ് റിസോഴ്സ് നല്ല രൂപത്തിൽ നമ്മളെ കയ്യിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ആളുകളുടെ ഡിമാൻഡ് കൂടും. അതല്ല, ഒരു വിഭാഗത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അത് ഇൻഇലാസ്റ്റിക് കാറ്റഗറിയിലേക്ക് വരും. അപ്പോൾ ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഏതാണ്, ഇൻഇലാസ്റ്റിക് ആണ്. ഇനി ഡ്യൂറബിലിറ്റി ഓഫ് കമോഡിറ്റി. ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡിനെ പറയുന്ന പേരാണ് ഡ്യൂറബിൾ. ഡ്യൂറബിൾ ഗുഡ് ഡിമാൻഡഡ് ഗുഡാണ്, അത് ഇലാസ്റ്റിക് ആണ്. നോൺ ഡ്യൂറബിളിന്റെ മറ്റൊരു പേരാണ് പെരിഷബിൾ. പെരിഷബിൾ പഠിപ്പിച്ചിട്ടുണ്ട്. പെരിഷബിളിന്റെ ഇലാസ്റ്റിക് ലെസ് ഇലാസ്റ്റിക് ആണ്. ഡ്യൂറബിളിന്റെ ഇലാസ്റ്റിസിറ്റി മോർ ഇലാസ്റ്റിക് ആണ്. ഡ്യൂറബിൾ ഗുഡ്, നോൺ ഡ്യൂറബിൾ ഗുഡ്. നോൺ ഡ്യൂറബിൾ ഗുഡ് ഈസ് ആൾസോ നോൺ ആസ് പെരിഷബിൾ ഗുഡ്. പെരിഷബിൾ ഗുഡ് ലെസ് ഇലാസ്റ്റിക്, ഡ്യൂറബിൾ ഗുഡ് ഇലാസ്റ്റിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ടൈഡ് ഡിമാൻഡ്. ടൈഡ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി യൂസ്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം എൻ്റെ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ വീടിൻ്റെ പ്ലാൻ ഞാൻ സെറ്റ് ചെയ്തു, ഒരു എമൗണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സിമെൻറ്റിൻ്റെ പ്രൈസ്, സ്റ്റീലിൻ്റെ പ്രൈസ്, പെയിൻറ്റിൻ്റെ പ്രൈസ്, ഒരുപാട് സാധനങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സിമെൻറ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് വാങ്ങിയേ പറ്റൂ. അപ്പോൾ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സിമെൻറ്റിൻ്റെ പ്രൈസ് ഞാൻ നോക്കാറില്ല, ഇൻഇലാസ്റ്റിക് ആണ്. അത് പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും കറക്റ്റ് ക്വാണ്ടിറ്റി ഞാൻ യൂസ് ചെയ്തേ പറ്റൂ. ടൈഡ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിമാൻഡ് നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും. അത്തരം പ്രോഡക്റ്റ് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇൻഇലാസ്റ്റിക് ആണ്. അതാണ് ടൈഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എക്സാം ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമൻറ്റ് ചെയ്തോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോൺസെപ്റ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഡെവലപ്പ് ബൈ ആരാണ്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഡെവലപ്പ് ചെയ്ത എക്കണോമിക്സ് ആരാണ്? First question, the concept of elasticity of demand was developed by option A. Alfred Marshall, B. Smith, C. Picou, option D. J.B. Say. Correct answer. Yes, option A. Correct answer, option A. Question number 2. Two important factors make different elasticity of demand for different commodities are. Elasticity of demand ൽ വരുന്ന രണ്ട് ഗുഡ്സ് ഏതാണ്? രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ഓപ്ഷൻ C, price and demand. Price elasticity of demand. Price elasticity of demand എന്നുള്ള കോൺസെപ്റ്റ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എന്താ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ, ഓപ്ഷൻ C. ഓക്കെ, നെക്സ്റ്റ്, യൂഷ്വലി ഡിമാൻഡ് ഫോർ നെസസിറ്റി. Usually demand for necessity, highly elastic, highly inelastic, slightly elastic. Usually demand for necessity highly inelastic ആണ്, highly inelastic. Demand for which of the following product relatively inelastic? Relatively inelastic ആയിട്ടുള്ള ഗുഡ് ഏതാണ്? ഗോൾഡ് ഇലാസ്റ്റിക് ആണ്, അറിയാലോ. റിലാറ്റീവ്ലി ഇലാസ്റ്റിക് ആണ് ഗോൾഡ്. അപ്പോൾ റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക് വാട്ടർ. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോവിങ് പ്രോഡക്റ്റ് ഹൈലി ഇൻഇലാസ്റ്റിക്? ഹൈലി ഇൻഇലാസ്റ്റിക്. ഗോൾഡ് ഇലാസ്റ്റിക് ആണ്, കാർ ഇലാസ്റ്റിക് ആണ്,
തീർച്ചയായിട്ടും സോൾട്ട് ഇൻഇലാസ്റ്റിക് ആണ്, ഹൈലി ഇൻഇലാസ്റ്റിക്. ഓപ്ഷൻ സി നെസറി ഗുഡ് ആണ്. Among the following, which item has highest price elasticity? Highest price elasticity. Highest price elasticity. ഇതിലേതാണ് ഹയസ്റ്റ് പ്രൈസ് ഇലാസ്റ്റിക്? സോൾട്ട് ഇൻഇലാസ്റ്റിക് ആണ്, റൈസ് ഇൻഇലാസ്റ്റിക് ആണ്, ഇന്ത്യൻ ഓയിൽ പെട്രോൾ. ഓക്കെ. ഗുഡ്സ് വിച്ച് ഹാവ് ഫ്യൂർ സബ്സ്റ്റിറ്റ്യൂട്ട്. സബ്സ്റ്റിറ്റ്യൂട്ടിന് എണ്ണം കുറയുകയാണെങ്കിൽ ലെസ് ഇലാസ്റ്റിക്, യൂണിറ്റ് ഇലാസ്റ്റിക്, സീറോ ഇലാസ്റ്റിക്. സബ്സ്റ്റിറ്റ്യൂട്ടിന് എണ്ണം കുറയുമ്പോൾ, സബ്സ്റ്റിറ്റ്യൂട്ടിന് എണ്ണം കൂടുമ്പോൾ നമുക്കറിയാം, കുറയുമ്പോൾ ഏത് ഇലാസ്റ്റിക് ആണ്? ലെസ് ഇലാസ്റ്റിക് ആണ്, ലെസ് ഇലാസ്റ്റിക്. ഓക്കെ. ഗുഡ്സ് വിച്ച് ഹാവ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും. സബ്സ്റ്റിറ്റ്യൂട്ടിന് എണ്ണം ഇൻക്രീസ് ചെയ്യുമ്പോൾ, അത് ഏത് ഇലാസ്റ്റിക് ആണ്? ലെസ് യൂണിറ്റ് മോർ. കറക്റ്റ് ആൻസർ മോർ ഇലാസ്റ്റിക് ആണ്, മോർ ഇലാസ്റ്റിക്. നെക്സ്റ്റ് വൺ, ഗുഡ്സ് ഹാവിംഗ് പ്രൊപ്പോർഷൻ ഓഫ് കൺസ്യൂമർ സ്പെൻഡിങ്. ലെസ് ഇലാസ്റ്റിക്, യൂണിറ്റ് ഇലാസ്റ്റിക്, മോർ ഇലാസ്റ്റിക്. കറക്റ്റ് ആൻസർ ഗുഡ്സ് ഹാവ് ഹയർ പ്രൊപ്പോർഷൻ ഓഫ് കൺസ്യൂമർ സ്പെൻഡ്. ലെസ് ഇലാസ്റ്റിക്, യൂണിറ്റ് ഇലാസ്റ്റിക്, മോർ ഇലാസ്റ്റിക്. ഗുഡ്സ് ഹയർ പ്രൊപ്പോർഷൻ ഓഫ് കൺസ്യൂമർ സ്പെൻഡിങ്. കൂടുതൽ നമ്മൾ ചിലവാക്കുന്ന ഗുഡ് ഏത് ഗുഡായിരിക്കും? ഇലാസ്റ്റിക് ഗുഡാണ്. എന്ന് പറഞ്ഞാൽ മോർ ഇലാസ്റ്റിക് ഗുഡാണ്. ഗുഡ്സ് ഹാവിംഗ് ലോവർ ഷെയർ ഇൻ കൺസ്യൂമേഴ്സ് ബജറ്റ്. നിങ്ങളെ ബജറ്റിൻ്റെ ലോവർ ഷെയർ പോണത് ഏത് ഗുഡിലേക്കാണ്? മോർ ആണോ ലെസ് ആണോ? നിങ്ങളെ ഇൻകത്തിൻ്റെ, നിങ്ങളെ ബജറ്റിൽ കൂടുതലായിട്ട് പോണ ലോവർ ഷെയർ പോണത് ഏത്? നിങ്ങളെ ബജറ്റിൻ്റെ ലോവർ ഷെയർ പോണത് ഏത് ഗുഡിലേക്കാണ്? ഇൻഇലാസ്റ്റിക് ആണോ ഇലാസ്റ്റിക് ആണോ? തീർച്ചയായിട്ടും ഇൻഇലാസ്റ്റിക് ആണ്, എന്ന് വെച്ചാൽ ലെസ് ഇലാസ്റ്റിക്. ഓക്കെ. ലക്ഷറി ഗുഡ് കൺസിഡേർഡ് ഡാഷ് ദാൻ നെസറി ഗുഡ്. ലക്ഷറി ഗുഡ് നെസറി ഗുഡിനേക്കാൾ എന്താണ്? മോർ ഇലാസ്റ്റിക് ആണോ ലെസ് ഇലാസ്റ്റിക് ആണോ ചോദിക്കുന്നത്? ലക്ഷറി ഗുഡ് തീർച്ചയായിട്ടും എന്തായിരിക്കും? മോർ ഇലാസ്റ്റിക് ആണ്, മോർ ഇലാസ്റ്റിക് ആണ്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, സെൽഫോൺ ഈസ് ഡാഷ് ടു ചേഞ്ച് ദാൻ ബ്രെഡ്. ബ്രെഡ്, സെൽഫോൺ. സെൽഫോണിന്റെ ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഏത് ഇലാസ്റ്റിക് ആണ്? മോർ ഇലാസ്റ്റിക് ആണ്, മോർ ഇലാസ്റ്റിക്. ഗുഡ്സ് വിച്ച് ക്യാൻ ബി പുട്ട് ഇൻ ടു മൾട്ടിപ്പിൾ യൂസസ്. ഒരു പ്രോഡക്റ്റ് പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ലെസ് ഇലാസ്റ്റിക് ആണോ മോർ ഇലാസ്റ്റിക് ആണോ? ഒരു പ്രോഡക്റ്റ് പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് ഇലാസ്റ്റിക് ആണ്? യെസ്, ഓപ്ഷൻ സി മോർ ഇലാസ്റ്റിക്. ഗുഡ്, നിങ്ങൾ ഓപ്ഷൻസ് കംപ്ലീറ്റ് കറക്റ്റ് ആണ്. ഇനി മെഡിസിൻ ഹാവ് ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് സിൻസ് ദേ ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസ്, ദേ ഹാവ് യൂസ് ഇമ്മീഡിയറ്റ്, ദർ പർച്ചേസ് യൂസ് cannot be delayed. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ. ഗുഡ്സ് വിച്ച് ആർ സബ്ജക്ട് കൺസ്യൂമർ ഹാബിറ്റ്സ്. ലെസ് ഇലാസ്റ്റിക്, യൂണിറ്റ് ഇലാസ്റ്റിക്, മോർ ഇലാസ്റ്റിക്. നിങ്ങളൊരു ഹാബിറ്റായിട്ട് ചില പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങളെ ഹാബിറ്റ് അറിയാലോ, നമ്മൾ പറഞ്ഞു ചില ആളുകൾ ചോക്ലേറ്റ് ഹാബിറ്റായിട്ട് കാണാം, ചില ആളുകൾക്ക് സിഗരറ്റ്, ചില ആളുകൾ ലിക്കർ. അത്തരം ഇലാസ്റ്റിക് ഹാബിറ്റായിട്ടുള്ള ഗുഡിൽ നമ്മൾ പ്രൈസ് നോക്കാതെ കൺസ്യൂം ചെയ്യുന്നു. ചേഞ്ച് ഇൻ ഡിമാൻഡ് ലെസ് ദാൻ ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. അങ്ങനെയാണെങ്കിൽ ലെസ് ഇലാസ്റ്റിക് ആണ്. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് വുഡ് വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഗുഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. നമ്മൾ പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ലെസ് ദാൻ 1 അല്ല, ഇൻഫിനിറ്റ് അല്ല. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് പ്യുവർ സീറോ ഇലാസ്റ്റിക് ആണ്, 0. ഇഫ് ഡിമാൻഡ് ഫോർ ഗുഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിൽ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് വെർട്ടിക്കൽ ലൈനാണ്. ഓക്കെ. ഡിമാൻഡ് കർവ് പാരലൽ ടു വൈ ആക്സിസ്. ഒരു ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് പാരലൽ ടു വൈ ആക്സ് ആണെങ്കിൽ ഡിമാൻഡ് കർവ് പാരലൽ ടു വൈ ആക്സിസ്. ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി ഗ്രേറ്റർ ദാൻ 1, ഓപ്ഷൻ ഡി ലെസ് ദാൻ 1. കറക്റ്റ് ആൻസർ യെസ്, ഓപ്ഷൻ എ 0. Vertical demand curve. Next one, vertical demand curve show the price elasticity of demand. Vertical demand curve. Demand curve vertical ആണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഇലാസ്റ്റിക്, ഓപ്ഷൻ ബി യൂണിറ്റ്, ഓപ്ഷൻ സി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, ഓപ്ഷൻ ഡി യൂണിറ്ററി ഇലാസ്റ്റിക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. ഓക്കെ. ഇഫ് ഡിമാൻഡ് ഫോർ ഗുഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ്? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ ഇത് ഏതാണ് കറക്റ്റായിട്ട് വരിക? ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ് പ്രൈസ് ഫാൾസ്. ഡസ് നോട്ട് ചേഞ്ച് അറ്റ് ഓൾ, ബോത്ത് എ ആൻഡ് ബി. ഡിമാൻഡ് ഡസ് നോട്ട് ചേഞ്ച് അറ്റ് ഓൾ, പ്രൈസ് അറ്റ് ഓൾ. ഡിമാൻഡ് എന്ത് ചെയ്യാൻ പാടില്ല? ചേഞ്ച് ചെയ്യാൻ പാടില്ല. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അഡിറ്റീവ് പ്രോഡക്റ്റ് ലൈക്ക് സിഗരറ്റ് ആൽക്കഹോൾ അഡിറ്റീവ് ഗുഡ് ആണെങ്കിൽ അത്രയും ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? ഒരിക്കലും ഗ്രേറ്റർ ദാൻ 1 അല്ല, ഇൻഫിനിറ്റും അല്ല. 1 അല്ല, relatively inelastic or less elastic. Okay. Next, if demand for good less elastic, demand curve will be
ഡിമാൻഡ് ലെസ് ഇലാസ്റ്റിക് ആണെങ്കിൽ ഡിമാൻഡിന്റെ ഷേപ്പ് ഏതായിരിക്കും? ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഫ്ലാറ്റ്, സ്റ്റീപ്പ്. ഡിമാൻഡ് ലെസ് ഇലാസ്റ്റിക് ആണെങ്കിൽ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്തായിരിക്കും? ലെസ് ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഏതാണ്? സ്റ്റീപ്പർ. ലെസ് ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഏതാണ്? സ്റ്റീപ്പർ ആണ്. ലെസ് ഇലാസ്റ്റിക്, സ്റ്റീപ്പർ. റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണ്. ഇഫ് ഡിമാൻഡ് ഫോർ ഗുഡ് യൂണിറ്റ് ഇലാസ്റ്റിക് ആണെങ്കിൽ ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? യൂണിറ്റ് ഇലാസ്റ്റിക്. ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് യൂണിറ്റ് ഇലാസ്റ്റിക് ആണെങ്കിൽ ഈക്വൽ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്, then elasticity 1. If price of x rise 10, demand 10 by 10 is equal to 1. 1 എന്ന് പറയുമ്പോൾ അത് ഏത് ഇലാസ്റ്റിക് ആണ്? യെസ്, യൂണിറ്റ് ഇലാസ്റ്റിക്. ഇഫ് ഡിമാൻഡ് ഫോർ ഗുഡ് യൂണിറ്റ് ഇലാസ്റ്റിക്കിൽ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. യൂണിറ്റ് ഇലാസ്റ്റിക്കിൽ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് ഓപ്ഷൻ എ ഹൊറിസോണ്ടൽ, ഓപ്ഷൻ ബി വെർട്ടിക്കൽ, ഓപ്ഷൻ സി റെക്ടാങ്കുലർ ഹൈപ്പർബോള, ഓപ്ഷൻ ഡി ഫ്ലാറ്റ്. കറക്റ്റ് ആൻസർ rectangular hyperbola. Okay, rectangular hyperbola is also called option A equilateral hyperbola, option B vertical, option C horizontal, option D square. Correct answer rectangular hyperbola, equilateral hyperbola. Correct answer option A. 28. Quantity demand changes large percentage in price term: inelastic, perfectly elastic, perfectly inelastic. ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ലാർജ് പെർസെൻറ്റ് പ്രൈസ്. പ്രൈസിനേക്കാൾ കൂടുതൽ ചേഞ്ച് ഡിമാൻഡിൽ ഉണ്ടെങ്കിൽ അത് ഏത് ഇലാസ്റ്റിക് ആണ്? തീർച്ചയായിട്ടും അറിയാം, ചേഞ്ച് ഇൻ ഡിമാൻഡ് ലെസ് ഗ്രേറ്റർ ദാൻ ചേഞ്ച് ഇൻ പ്രൈസ്. ഏത് ഇലാസ്റ്റിക് ആണ്? റിലേറ്റീവ് ഇലാസ്റ്റിക് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഡിമാൻഡ് ഫോർ ഗുഡ് മോർ ഇലാസ്റ്റിക് ആൻഡ് ഇലാസ്റ്റിസിറ്റി മെഷർ ഇലാസ്റ്റിസിറ്റി. മോർ ഇലാസ്റ്റിക് ആണെങ്കിൽ ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? യെസ്, മോർ ഇലാസ്റ്റിസിറ്റി. കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഗ്രേറ്റർ ദാൻ 1. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇഫ് ഡിമാൻഡ് ഫോർ ഗുഡ് മോർ ഇലാസ്റ്റിക്കിൽ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹൊറിസോണ്ടൽ, ഓപ്ഷൻ ബി വെർട്ടിക്കൽ, ഓപ്ഷൻ സി ഫ്ലാറ്റ്. ഇഫ് ഡിമാൻഡ് മോർ ഇലാസ്റ്റിക്, ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ്, ഓപ്ഷൻ സി ഫ്ലാറ്റ്. നെക്സ്റ്റ് വൺ, വാട്ട് വുഡ് ബി ദ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇഫ് ഡിമാൻഡ് ഫോർ ഗുഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്? വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിന്റെ വാല്യൂ എന്താണ്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എത്രയായിരിക്കും? നമുക്കറിയാം 0 അല്ല, 1 അല്ല. കറക്റ്റ് ആൻസർ വരുന്ന ഏതായിരിക്കും? ഇൻഫിനിറ്റ്. ഇഫ് ഡിമാൻഡ് ഫോർ ഗുഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിൽ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്തായിരിക്കും? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിൽ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിൽ എന്താണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിൽ ഡിമാൻഡ് കർവിന്റെ ഷേപ്പിംഗ് ഈ ഒരു ഷേപ്പാണ് വരാം. ഇത് ഓപ്ഷൻ എ ഹൊറിസോണ്ടൽ. ഓപ്ഷൻ എ ഹൊറിസോണ്ടൽ. ഓക്കെ. Next one, 33. Elasticity of demand would be higher those products which have. Elasticity of demand higher. കൂടുതൽ ഇലാസ്റ്റിസിറ്റി വരുന്ന പ്രോഡക്റ്റ് ഏതാണ്? ലാർജ് നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്, പ്യുവർ സബ്സ്റ്റിറ്റ്യൂട്ട്, നോ സബ്സ്റ്റിറ്റ്യൂട്ട്, ഗ്രേറ്റർ ദാൻ യൂണിറ്റ്, ലെസ് ദാൻ യൂണിറ്റ്. നമ്മൾ ഓപ്ഷൻ എ ലാർജ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് മോർ ഇലാസ്റ്റിക് ഗുഡായിട്ട് വരുന്നത്. ലാർജ് സബ്സ്റ്റിറ്റ്യൂട്ട് മോർ ഇലാസ്റ്റിക് ആണ്. ഇൻകം ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് റെസ്പോൺസീവ്നെസ് ഓഫ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ആ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം ആണ്. അറിയാലോ, ഒരിക്കലും പ്രൈസ് അല്ല അത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം ആണ് കറക്റ്റ് ആൻസർ. പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് സംഭവിക്കും? പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി, ഇൻകം റൈസസ്, ഡിമാൻഡ് ഫോർ കമോഡിറ്റി. ഇൻകം ഇൻക്രീസ് ദെൻ ഡിമാൻഡ്. പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ആണെങ്കിൽ ഡിമാൻഡ് ആൾസോ ഇൻക്രീസ്. ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, ഡാഷ് ഹാവ് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ കോംപ്ലിമെൻ്ററി, നോർമൽ, ഇൻഫീരിയർ. ഇൻഫീരിയർ നെഗറ്റീവ് ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. നോർമൽ ഗുഡ് പോസിറ്റീവ്. കറക്റ്റ് ആൻസർ നോർമൽ ഗുഡ്. ഓക്കെ. നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്താവും? ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യാണ്? നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഓപ്ഷൻ ഏതാ വരുന്നത്? ഫാൾസ്. ഓക്കെ. ഗുഡ്സ് ഹാവിങ് നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഞാനിപ്പോൾ അത് ഇനി പറയുന്നില്ല, അത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഭാഗമാണ്. ഓക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയ മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഒരു 5 മിനിറ്റിന് ശേഷം സ്റ്റാർട്ട് ചെയ്യും. 6:20 നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. ചെറിയൊരു ബ്രേക്കിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാം. കാൽക്കുലേറ്ററൊക്കെ എടുത്ത് വെക്കട്ടെ. കാൽക്കുലേറ്ററൊക്കെ നിർബന്ധമാണ്, അത് കൈ വെക്കുക. ഓക്കെ.
യെസ്, നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ മെഷർമെൻ്റ് ആണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എങ്ങനെയാണ് മെഷർ ചെയ്യുക? ഇപ്പോൾ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. നമുക്കറിയാം ഇലാസ്റ്റിസിറ്റി 5 ടൈപ്സ് ആണ് പഠിച്ചത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, യൂണിറ്ററി ഇലാസ്റ്റിക്, റിലാറ്റീവ്ലി ഇലാസ്റ്റിക്, റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഇലാസ്റ്റിസിറ്റി 0, യൂണിറ്ററി ഇലാസ്റ്റിക് ഇലാസ്റ്റിസിറ്റി 1, റിലാറ്റീവ്ലി ഇലാസ്റ്റിക് ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1, റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1. ഇങ്ങനെയാണ് പഠിച്ചത് നമ്മൾ. ഓക്കെ, ഇതെങ്ങനെയാണ് ഇത് മെഷർ ചെയ്യുക? ഈ നമ്പറിലേക്ക് നമ്മൾ എങ്ങനെ എത്തുന്നു? ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇലാസ്റ്റിസിറ്റി എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്ത്, അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് നമ്മളെങ്ങനെ എത്താം? അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ നമ്മൾ സിലബസിൽ പറയുന്ന 4 മെത്തേഡ്, സിലബസിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് 4 മെത്തേഡാണ്. ആ മെത്തേഡ് ഫസ്റ്റ് മെത്തേഡ്സ് ഓഫ് മെഷർമെന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഫസ്റ്റ് മെത്തേഡ് പെർസെൻറ്റേജ് മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് ടോട്ടൽ ഔട്ട്ലൈ മെത്തേഡ്, തേർഡ് മെത്തേഡ് ജോമെട്രിക് മെത്തേഡ് ആൻഡ് ഫോർത്ത് ആർക്ക് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നു പെർസെൻറ്റേജ് മെത്തേഡ്. പെർസെൻറ്റേജ് മെത്തേഡ്, ഇപ്പോൾ പെർസെൻറ്റേജ് മെത്തേഡ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇക്വേഷൻസ് ആണ് പെർസെൻറ്റേജ് മെത്തേഡ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. 2 ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇക്വേഷനാണ്, രണ്ടാമത്തെ ഇക്വേഷൻസ് നമ്മൾ പുതുതായിട്ട് വരുന്നൊരു ഇക്വേഷനാണ്. അപ്പോൾ പെർസെൻറ്റേജ് മെത്തേഡ്, പ്രൊപ്പോർഷണൽ മെത്തേഡ്, ഫോർമുല മെത്തേഡ്, ഈ 3 പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പെർസെൻറ്റേജ് മെത്തേഡ് ഓർ ഫോർമുല മെത്തേഡ്, ഈ 3 പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്. പെർസെൻറ്റേജ് മെത്തേഡിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇക്വേഷൻ EP ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇതാണ് പെർസെൻറ്റേജ് മെത്തേഡ്. ഓക്കെ, ഇനി പെർസെൻറ്റേജ് മെത്തേഡിൻ്റെ നെക്സ്റ്റ് ഇക്വേഷൻ ഇതാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാനുള്ള സെക്കൻഡ് ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഒരു കമ്പനി അവരുടെ പ്രൈസ്, ദെൻ ഡിമാൻഡ്, പ്രൈസ് 10, ഡിമാൻഡ് 50, ദെൻ പ്രൈസ് ഇൻക്രീസ് 20, ഡിമാൻഡ് ഡിക്രീസ് 40. ഒരു കമ്പനിയുടെ പ്രൈസ് 10 ആയിരിക്കുമ്പോൾ 50 കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട്. ദെൻ പ്രൈസ് ഇൻക്രീസ് 20, ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എത്രയാണ്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ കൊടുക്കാം. ഫസ്റ്റ് പി എന്ന് പറയുമ്പോൾ 10, ദ നെക്സ്റ്റ് വൺ ഇക്വേഷനിൽ പിന്നെ വരുന്ന ക്യൂ ആണ്. ക്യൂ എന്ന് പറയുമ്പോൾ 50 ആണ്. പി ഫസ്റ്റ് പ്രൈസ് ആണ്, നമ്മളെ ഫസ്റ്റ് പ്രൈസ് 10 ആണ്, അതവിടെ കൊടുത്തു. ഫസ്റ്റ് ക്വാണ്ടിറ്റി 50, ദ നെക്സ്റ്റ് വൺ ഡെൽറ്റ പി ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. ചേഞ്ച് ഇൻ പ്രൈസ് എന്ന് പറയുമ്പോൾ 10-20 ഡിഫറൻസ് ആണ്. 10-20 ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ്? 10. ഡെൽറ്റ ക്യൂ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ആണ് 10. അപ്പോൾ EP ഡെൽറ്റ ക്യൂ എന്ന് പറയുമ്പോൾ 10, ഡെൽറ്റ പി 10 ഇൻറ്റു പി എന്ന് പറയുമ്പോൾ 10, ദ നെക്സ്റ്റ് വൺ ക്യൂ എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 50 ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡെൽറ്റ ക്യൂ 10 ആണ്, ഡെൽറ്റ പി 10, ദ നെക്സ്റ്റ് വൺ ഫസ്റ്റ് പ്രൈസ് ആൾസോ 10, ദെൻ ക്വാണ്ടിറ്റി 50. ഇത് സോൾവ് ചെയ്യുമ്പോൾ 100 ഡിവൈഡ് ബൈ 500 ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടുന്നു? 100 ഡിവൈഡ് ബൈ 500. ആ ആൻസറാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡെൽറ്റ ക്യൂ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ, ഈ ഒരു .2 ആണ് ആൻസർ വരുന്നത്. 0.2 ഏത് കാറ്റഗറിയാണ് 0.2 വരുന്നത്? 0.2 എന്ന് പറയുമ്പോൾ ഏത് കാറ്റഗറിയാണ്? റിലാറ്റീവ്ലി ഇലാസ്റ്റിക് ആണോ, റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണോ? ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 ആണ്. അപ്പോൾ റിലാറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? ലെസ് ദാൻ. ഇലാസ്റ്റിക് അല്ല, ഇൻഇലാസ്റ്റിക്. റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണത്. റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. ഓക്കെ, റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? ലെസ് ദാൻ 1 ആണ്. ഓക്കെ, അതവിടെ കംപ്ലീറ്റ് ആവുന്നു. ഇതാണ് ഒരു സെക്കൻഡ് മെത്തേഡിൽ വരുന്നത്. അപ്പോൾ 2 ഇക്വേഷൻസ് ആണ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്, ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ, ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്തത്. ഇനി ഇതിൻ്റെ ജസ്റ്റ് 2-3 പ്രോബ്ലംസ് നമ്മൾ അണ്ടറിൽ വരുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യാം. ഫസ്റ്റ്
ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കുക. 4 ഇക്വേഷൻ ഇ പി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4ൽ പി തന്നിരിക്കുന്നത് 10 ആണ്, ക്യൂ തന്നിരിക്കുന്നത് 10 ആണ്. ഓക്കെ, ഡെൽറ്റ പി തന്നിട്ടില്ല, അത് കണ്ടെത്തണം. ഡെൽറ്റ ക്യൂ തന്നിട്ടുണ്ട്, ഡെൽറ്റ ക്യൂ 10, 15 ഡിഫറൻസ് 5 ആണ്. അപ്പോൾ പി 10 ക്യൂ 10, ഡെൽറ്റ പി തന്നിട്ടില്ല, ഡെൽറ്റ ക്യൂ 5 തന്നിട്ടുണ്ട്. ഇ പി ഈസിക്കൽ ടു നമുക്ക് തന്നിട്ടുണ്ട്, ഇ പി 2 ആണ്. അപ്പോൾ ഇ പി 2 ഡെൽറ്റ ക്യൂ ഈസിക്കൽ ടു 5, ഡെൽറ്റ പി തന്നിട്ടില്ല, ഇൻറ്റു പി. പി എന്ന് പറയുമ്പോൾ 10, ക്യൂ ഈസിക്കൽ ടു ഏതാണ് 10. ഇപ്പോൾ 2 ഈസിക്കൽ ടു 5 ഇൻറ്റു 10 50, 5 ഇൻറ്റു 10 50. The next one 10 delta p. ഓക്കെ, ഡെൽറ്റ പി സെപ്പറേറ്റ് പുറത്തേക്ക് ആക്കുമ്പോൾ 50 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 2. 10 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 20 ആണ്. 50 ബൈ 20, 50 ബൈ 20 ആണ് നമുക്ക് ഞാൻ ആൻസർ ചെയ്യേണ്ടത്. 50 ബൈ 20 എന്ന് പറയുന്നത് ഇസിക്കൽ ടു 2.5 ആണ്. 2.5. ഓക്കെ, 2.5. ഇത് ഡെൽറ്റ പി ആണ് 2.5. പക്ഷേ ആൻസർ 2.5 അല്ല. ആൻസർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടേണ്ടത്, ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ 2.5 അല്ല ആൻസർ വരുന്നത്. ആൻസർ വരുന്നത് ഇവിടെ ഇതാണ് ക്വസ്റ്റ്യൻ. പി 10, ദ നെക്സ്റ്റ് വൺ കോൺ ഡിമാൻഡ് 10, 15. ഇവിടെ ഡിമാൻഡ് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. 10, 15 എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാണ്. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, പ്രൈസ് ഡിക്രീസ് ചെയ്തിരിക്കണം. ലോ ഓഫ് ഡിമാൻഡാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. പ്രൈസ് ഡിക്രീസ് ചെയ്തിരിക്കണം. അപ്പോൾ ഡിമാൻഡ് 10, 15, പ്രൈസ് എന്ത് ചെയ്യണം 10 ആണ്, അത് ഡിക്രീസ് ചെയ്യണം. എത്ര ഡിക്രീസ് ചെയ്യണം? ഫസ്റ്റ് പ്രൈസ് 10 ആണ്, മൈനസ് 2.5. ആൻസർ 7.5 ആണ്. 7.5. അപ്പോൾ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. ഈ ഒരു കോൺസെപ്റ്റാണ് അവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആൻസർ 7.5 ആണ് വരാം. 7.5. ഓക്കെ, 7.5 ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ഏത് മെത്തേഡ്, പെർസെൻറ്റേജ് മെത്തേഡ് സോൾവ് ചെയ്യേണ്ടത്. പെർസെൻറ്റേജ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പെർസെൻറ്റേജ് മെത്തേഡ്. പിന്നെ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്, നിങ്ങൾ മെറ്റീരിയൽ സെൻഡ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുക. ഇതാണ് 2 മെത്തേഡ് സോൾവ് ചെയ്യാനുള്ള റൂട്ട്. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്യും, ആ സമയത്ത് എന്ത് ചെയ്യുക, അത് സോൾവ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് മെത്തേഡിലേക്ക് വരാം. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് നെക്സ്റ്റ് മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്താന്ന് വെച്ചാൽ, എക്സ്പെൻഡിച്ചർ മെത്തേഡ് അതിലേക്ക് വരാം. എക്സ്പെൻഡിച്ചർ മെത്തേഡ്, നെക്സ്റ്റ് മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുകയാണ്. ഇപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നു. ഞാനൊരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്ന പ്രൈസ് 10 ആണ്. അപ്പോൾ ഞാൻ എത്ര ക്വാണ്ടിറ്റി വാങ്ങിയെന്ന് വെച്ചാൽ 20 ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്തു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒരാളൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റത്തൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യണ്ട. ഇങ്ങനെയാണ് വരുന്നത്. ഒരു കമ്പനിയുടെ പ്രൈസ് 10 ആണെന്ന് വിചാരിക്കുക. വേറെ ക്വസ്റ്റ്യൻ ആണ്. ഡിമാൻഡ്, ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, ഇവിടെ കൊടുക്കുകയാണ് 20. ഡിമാൻഡ് ഇവിടെ 30 ആയി. ഈ പ്രൈസ് കണ്ടെത്തണം. ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് 1 തന്നിട്ടുണ്ട്, 1 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇ പി ഈസിക്കൽ ടു എന്താണ്, ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇ പി എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇ പി നമുക്ക് തന്നിട്ടുണ്ട് 1 ആണ്. ഇ പി ഓൾറെഡി തന്നിട്ടുണ്ട് 1 ആണ്. ഡെൽറ്റ ക്യൂ എന്ന് പറയുമ്പോൾ 20, 30 ഡിഫറൻസ് 10 ആണ്. ഡെൽറ്റ പി തന്നിട്ടില്ല, അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. പി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രൈസ് 10 തന്നിട്ടുണ്ട്. ക്യൂ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാണ്ടിറ്റി 20. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് 1 ഈസിക്കൽ ടു 10 ഇൻറ്റു 10 100, 20 ഡെൽറ്റ പി. ഡെൽറ്റ പി ഇൻറ്റു 20, 20 ഡെൽറ്റ പി. ഡെൽറ്റ പി ഈസിക്കൽ ടു 100 ഡിവൈഡ് ബൈ 20 ഈസിക്കൽ ടു 5. അപ്പോൾ ഡെൽറ്റ പി ഈസിക്കൽ ടു എത്ര കിട്ടി? 5 കിട്ടി. അപ്പോൾ ഇവിടെ നോക്കുക, ഡിമാൻഡ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. ഡിമാൻഡ് എന്ത് ചെയ്യാണ്? 20, 30 ആണ്. ഇവിടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. നമ്മൾ തിയറി ലോ ഓഫ് ഡിമാൻഡ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോളോ ചെയ്യുന്നത് ലോ ഓഫ് ഡിമാൻഡ് ആണ്. അപ്പോൾ ഡിമാൻഡ് 20, 30 ആയാൽ പ്രൈസ് ഡിക്രീസ് ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും. ഡിക്രീസ് എന്ന് പറയുമ്പോൾ മൈനസ് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് പ്രൈസിന് ശേഷം മൈനസ് ഇടുക. കാരണം ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് ഡിക്രീസ് ആണ്. അപ്പോൾ മൈനസ് ഇട്ട് കൊടുക്കുക. എത്ര മൈനസ് ചെയ്യേണ്ടത്? മൈനസ് ചെയ്യേണ്ടത് ഡെൽറ്റ പി. എത്ര ഡെൽറ്റ പി? 5 ആണ്. 10 - 5 ഈസിക്കൽ ടു സെക്കൻഡ് പ്രൈസ് ഏതാണ്? 5.
ഓക്കെ ആണോ? ഇപ്പോൾ കോൺസെപ്റ്റ് ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. ഇതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് സെക്കൻഡ് മെത്തേഡ്. യെസ്, ഇനി നമ്മൾ നെക്സ്റ്റ് മെത്തേഡിലേക്ക് പോകുന്നു. എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. ഓക്കെ, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രോഡക്റ്റ് എത്ര കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഞാനൊരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് 10, ഞാൻ കൺസ്യൂം ചെയ്യുന്ന ക്വാണ്ടിറ്റി 20 ആണ്. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് കാണാനുള്ള ഇക്വേഷൻ, ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ മറ്റൊരു പേരാണ് ടോട്ടൽ റവന്യൂ. ഇത് കാണാനുള്ള ഇക്വേഷൻ P ഇൻറ്റു Q ആണ്. P ഇൻറ്റു Q, 10 ഇൻറ്റു 20, 200. ഇതാണ് ആൻസർ. ഓക്കെ, 200. ഇനി തിയറി ബേസ് ചെയ്തിട്ടുള്ളൊരു ഏരിയ ആണത്. അത് അതേ ലെവലിൽ സംസാരിക്കണം. നമുക്ക് ജസ്റ്റ് നോക്കാം. ഒരു കമ്പനിയുടെ പ്രൈസ് നമ്മൾ ജസ്റ്റ് ഒന്നത് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ത് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. ഇപ്പോൾ ഓണത്തിന് ഇലക്ട്രോണിക്സിന് ഭയങ്കരമായിട്ട് ഓഫർ കൊടുക്കും. ഇലക്ട്രോണിക്സ്, TV, ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ വെഹിക്കിൾസിനൊക്കെ ഭയങ്കരമായിട്ട് ഓഫർ ഉണ്ടാവും. പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആ മാസം, ഓണം എന്നുള്ള ആ മാസം നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് എക്സ്പെൻസീവ് വന്നതായിട്ട് ഫീൽ ചെയ്യും. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ചിലവാക്കാൻ തയ്യാറാവുന്നത്. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെൻഡിച്ചർ ആ സമയത്ത് എന്ത് ചെയ്യും, കൂടും. കാരണം ഇലക്ട്രോണിക്സ്, TV ആവാം, റെഫ്രിജറേറ്റർ ആവാം, അല്ലെങ്കിൽ വെഹിക്കിൾസ്, കാറ്, ബൈക്ക്, മൊബൈൽ ഫോൺ അടക്കം നമുക്ക് നോക്കാം. ഇതിൻ്റെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യുകയാണ്. ഇനി അതല്ലെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാണ്. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. പ്രൈസും ടോട്ടൽ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള റിലേഷൻ ഇൻവേഴ്സ് ആണെങ്കിൽ ആ കോൺസെപ്റ്റിനെ പറയുന്ന പേരാണ് ഇലാസ്റ്റിക്. ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1. നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ചിലവാക്കാൻ തയ്യാറാവുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ കൂടുതൽ ചിലവാക്കാൻ തയ്യാറാവുന്നു. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. എന്നാൽ ഓണത്തിന് ശേഷം പ്രൈസ് ഇൻക്രീസ് ചെയ്യാണ്, നമ്മൾ ആരും അങ്ങോട്ട് പോകുന്നില്ല. ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ആയതുകൊണ്ട് സംഭവിക്കുന്ന കേസാണ്. അത്തരം കോൺസെപ്റ്റിനെ പറയുന്ന പേരാണ് ഇലാസ്റ്റിക്. എക്സാം ക്വസ്റ്റ്യൻ പ്രൈസും ടോട്ടൽ റവന്യൂവും തമ്മിലുള്ള ബന്ധം ഇൻവേഴ്സ് ആണെങ്കിൽ ഇലാസ്റ്റിക് ആണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓർ ടോട്ടൽ റവന്യൂ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, പ്രൈസും ടോട്ടൽ എക്സ്പെൻഡിച്ചർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇൻവേഴ്സ് ആണെങ്കിൽ അത് ഇലാസ്റ്റിക് ആണ്. ഓക്കെ, ഇനി പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യുന്നു. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഡിക്രീസ് ചെയ്യുന്നു. പ്രൈസ് ആൻഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ പോസിറ്റീവ് ആണെങ്കിൽ അത് ഇൻഇലാസ്റ്റിക് ആണ്. എക്സാമ്പിൾ ലെസ് ദാൻ 1 ആണ്. പ്രൈസും ടോട്ടൽ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണെങ്കിൽ അത് ഇൻഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 ആണ്. ഇപ്പോൾ നെസസറി ഗുഡിൻ്റെ കേസാണ്. ഇപ്പോൾ നെസസറിയുടെ പ്രൈസ് കൂടി, പ്രൈസ് കുറഞ്ഞു. നെസസറി എന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ട് വാങ്ങണം. പ്രൈസ് കൂടുമ്പോൾ എക്സ്പെൻഡിച്ചർ കൂടും. നെസസറിയുടെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ എക്സ്പെൻഡിച്ചർ ഡിക്രീസ് ചെയ്യും. അപ്പോൾ നെസസറി ഗുഡാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ഇൻഇലാസ്റ്റിക് ആണ് നെസസറി ഗുഡ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്, പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു, അതല്ല പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നു, എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി 1. ഇപ്പം എൻ്റെ എക്സ്പെൻഡിച്ചർ ഇപ്പോൾ നിങ്ങളെ ഫാദർ, നിങ്ങൾ ഹോസ്റ്റൽ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫാദറിൻ്റെ സാലറി 1 lakh rupee, അതിൽ നിന്ന് ഒരു 1000 rupee എന്ത് ചെയ്യാണ്, നിങ്ങൾ ഹോസ്റ്റലിന് വേണ്ടി, നിങ്ങൾക്ക് ഹോസ്റ്റലിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം, ഫണ്ട് തരാണ്. നിങ്ങൾ ഹോസ്റ്റലിൽ പോകുമ്പോൾ ചുമ്മാ നിങ്ങൾക്ക് 1000 rupee തരുന്നു. അപ്പോൾ നിങ്ങൾ അതുമായി വാങ്ങുന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടുന്നുണ്ടാവാം, കുറയുന്നുണ്ടാവാം. ഫാദറിൻ്റെ എക്സ്പെൻഡിച്ചറോട് ചേഞ്ച് ചെയ്യുന്നില്ല. ഫാദർ എല്ലാ മാസവും നിങ്ങൾക്ക് വേണ്ടി 1000 മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം, പക്ഷേ എക്സ്പെൻഡിച്ചറുടെ കോൺസ്റ്റന്റ് ആണ്. ഫാദറിൻ്റെ എക്സ്പെൻഡിച്ചറുടെ കോൺസ്റ്റന്റ് ആണ്. ഫാദർ നിങ്ങൾക്ക് വേണ്ടി 1000 മാറ്റി വെച്ച് എന്ന് പറയുമ്പോൾ 1000 കോൺസ്റ്റന്റ് ആണ് അവിടെ.
അവിടെ പ്രൈസ് ഇൻക്രീസ് ചെയ്താലും വേണ്ടില്ല, ഡിക്രീസ് ചെയ്താലും വേണ്ടില്ല. പ്രൈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ്, ദെൻ യൂണിറ്ററി ഇലാസ്റ്റിക്. ഓക്കെ, ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1. ഇതാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ആ പോയിന്റ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്? എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടി ആർ എന്ത് ചെയ്യുന്നു? പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടി ആർ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ടി ആർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അത് ഇലാസ്റ്റിക് ആണ്. ഇനി പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടി ആർ കോൺസ്റ്റന്റ്, യൂണിറ്ററി ഇലാസ്റ്റിക്. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടി ആർ ഇൻക്രീസ് ചെയ്യുക, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ടി ആർ ഡിക്രീസ് ചെയ്യുക. കോൺസെപ്റ്റ് ഇൻഇലാസ്റ്റിക് ആണ്. കോൺസെപ്റ്റ് ഏതാണ്? ഇൻഇലാസ്റ്റിക് ആണ്. ഓക്കെ, ഇതാണ് ഏത് ഇലാസ്റ്റിക്? എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ വരുന്നത്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഓക്കെ, ഇനി അടുത്ത മെത്തേഡ് പോയിന്റ് ഇലാസ്റ്റിസിറ്റി ആണ്. നെക്സ്റ്റ് മെത്തേഡ് ഏതാണ്? പോയിന്റ് ഇലാസ്റ്റിസിറ്റി. വാട്ട് ഈസ് പോയിന്റ് ഇലാസ്റ്റിസിറ്റി? പോയിന്റ് ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പോയിന്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ one minute. പോയിന്റ് ഇലാസ്റ്റിസിറ്റി അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അതിൽ മെയിനായിട്ട് വരുന്നത് ഗ്രാഫിൽ ഇതിൽ പോയിന്റ് ഇലാസ്റ്റിസിറ്റി ഡിസ്കസ് ചെയ്യുന്നത്. പോയിന്റ് ഇലാസ്റ്റിസിറ്റിയിൽ ഇങ്ങനെയാണ് പോയിന്റ് ഇലാസ്റ്റിസിറ്റിയുടെ ഗ്രാഫ് വരാം. പോയിന്റ് ഇലാസ്റ്റിസിറ്റിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിമാൻഡ് കർവ് ഇപ്പോൾ ഒരു ഡിമാൻഡ് കർവ് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡിമാൻഡ് കർവിൽ നമ്മൾ പറയുന്നത് പോയിന്റ് ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് ഈസ് ഈക്വൽ ടു ലോവർ സെഗ്മെന്റ് ഓഫ് ഡിമാൻഡ് കർവ് ഡിവൈഡ് ബൈ അപ്പർ സെഗ്മെന്റ് ഓഫ് ഡിമാൻഡ് കർവ്. ഇപ്പോൾ പോയിന്റ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാൻ പോകണം നമ്മൾ. പോയിന്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് ഡിമാൻഡ് കർവ് ആണ്. ഇവിടെ ഡിമാൻഡ് കർവിൽ നമ്മളൊരു പോയിന്റ് കൊടുത്തു, ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു. ഇവിടെ ഒരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്യാണ്? കൊടുക്കുകയാണ്. ഈ പോയിന്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു. ആ പോയിന്റ് ഏതാണ്? പോയിന്റ് എ. പറയും ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു. ആ പോയിന്റ് നമുക്ക് സി എന്ന് കൊടുക്കാം. പോയിന്റ് ഈ സിയുടെ ഇലാസ്റ്റിസിറ്റി കണ്ടെത്തണം. അതല്ലെങ്കിൽ നമ്മൾ വേറൊരു പോയിന്റ് കൊടുക്കുന്നു, പോയിന്റ് എ, അതല്ലെങ്കിൽ പോയിന്റ് ബി, അതല്ലെങ്കിൽ പോയിന്റ് ഡി, അതല്ലെങ്കിൽ പോയിന്റ് ഇ. ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റി കണ്ടെത്താൻ ചോദിക്കുകയാണ്. പോയിന്റ് എയുടെ ഇലാസ്റ്റിസിറ്റി ആവാം, പോയിന്റ് ബിയുടെ ഇലാസ്റ്റിസിറ്റി ആവാം, പോയിന്റ് സിയുടെ ഇലാസ്റ്റിസിറ്റി ആവാം, പോയിന്റ് ഇയുടെ ഇലാസ്റ്റിസിറ്റി ആവാം. ഇതിൽ ഓരോ പോയിന്റിനും നമ്മൾ എന്ത് ചെയ്യണം? മെഷർ ചെയ്യണം. ഇതെങ്ങനെ മെഷർ ചെയ്യാം? ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പോയിന്റ് ഇലാസ്റ്റിസിറ്റി. ഡിമാൻഡ് കർവിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മളോട് ചോദിക്കുകയാണ് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്താണ്, അത് കണ്ടെത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പോയിന്റ് ഇലാസ്റ്റിസിറ്റി. അതിനുള്ള ഇക്വേഷനാണ് ലോവർ സെഗ്മെന്റ് ഓഫ് ഡിമാൻഡ് ഡിവൈഡ് ബൈ അപ്പർ സെഗ്മെന്റ് ഓഫ് ഡിമാൻഡ് കർവ്. ലോവർ സെഗ്മെന്റ് ഓഫ് ഡിമാൻഡ് കർവ് ഡിവൈഡ് ബൈ അപ്പർ സെഗ്മെന്റ് ഓഫ് ഡിമാൻഡ് കർവ്. ഇതാണ് ഇക്വേഷൻ. എന്താണ് ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ? പെർട്ടിക്കുലർ പോയിന്റ് ഓൺ ഡിമാൻഡ് കർവ്. ഇത് കണ്ടെത്താനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ജിയോമെട്രിക് മെത്തേഡ് ഓർ പോയിന്റ് മെത്തേഡ്. അപ്പോൾ ലോവർ സെഗ്മെന്റ് ഓഫ് ഡിമാൻഡ് കർവ് ഡിവൈഡ് ബൈ അപ്പർ സെഗ്മെന്റ് ഓഫ് ഡിമാൻഡ് കർവ്. ഇവിടെ എ മുതൽ ഇ വരെ ഒരു ഡിമാൻഡ് കർവ് ആണ്. എയുടെ ടോട്ടൽ ലെങ്ത് വരുന്നത് 12 cm ആണ്. 12 cm ആയിട്ടാണ് കണക്കാക്കുന്നത്. എ മുതൽ ഇ വരെയുള്ള ലെങ്ത് 12 cm ആണ്. തീർച്ചയായിട്ടും സി അതിൻ്റെ മിഡിലാണ്. അങ്ങനെയാണെങ്കിൽ സി 6 ആയിരിക്കും. സി എന്തായിരിക്കും? 6 ആയിരിക്കും. അപ്പോൾ സിയുടെ ഇലാസ്റ്റിസിറ്റി നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. സിയുടെ ഇലാസ്റ്റിസിറ്റി കണ്ടെത്തണമെങ്കിൽ സിയുടെ ലോവർ സെഗ്മെന്റ് എന്ന് പറയുന്നത് CE ആണ്. സിയുടെ ലോവർ സെഗ്മെന്റ് ഏതാണ്? CE ആണ്. അപ്പർ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? AC ആണ്. അപ്പർ സെഗ്മെന്റ് ഏതാണ്? AC. അപ്പോൾ CE AE ടോട്ടൽ 12 ആണ്. CE 6 ആയിരിക്കും. ACയും എത്ര ആയിരിക്കും? 6 ആയിരിക്കും. 6/6 ഈസ് ഈക്വൽ ടു എത്രയാണ്? 1. ഈ 1 എന്ന് പറയുമ്പോൾ അത് ഏത് ഇലാസ്റ്റിസിറ്റിയാണ്? യൂണിറ്ററി ഇലാസ്റ്റിസിറ്റിയാണ്. ഇലാസ്റ്റിസിറ്റി 1 എന്ന് പറയുമ്പോൾ അത് ഏത് ഇലാസ്റ്റിസിറ്റിയാണ്? യൂണിറ്ററി ഇലാസ്റ്റിസിറ്റിയാണ്. അപ്പോൾ സി എന്ന് പറയുമ്പോൾ അത് ഏത് ഇലാസ്റ്റിസിറ്റിയാണ്? യൂണിറ്ററി ഇലാസ്റ്റിസിറ്റിയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണത് സി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഏതാണ്? ഡി ആണ്.
ഡിയുടെ ഇലാസ്റ്റിസിറ്റി കണ്ടെത്തണം. ഡിയുടെ ലോപ്പ് എ ഇ എന്ന് പറയുമ്പോൾ 12 ആണ്. എ ഇ 12 ആണ്. സി ഇ ടോട്ടൽ ലെങ്ത് വന്നത് 6 cm ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മിഡിൽ വരുന്നത് ഏതാണെന്ന് വെച്ചാൽ ഡി ആണ്. സി ഇയുടെ മിഡിൽ വരുന്ന ഡി ആണ്. അപ്പോൾ ഡി ഇ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും 3 ആണ്. ഡി ഇ എത്ര ആയിരിക്കും? 3 ആണ്. സി ഇ 6 ആണെങ്കിൽ അതിൻ്റെ ലോവർ സെഗ്മെൻറ്റ് ഏതാണ്? ഡി ഇ ആണ്. ഡി ഇ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 3. പിന്നെ അപ്പർ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? എ ഡി ആണ്. എ ഡി എന്ന് പറയുമ്പോൾ ബാക്കി 12 ബാക്കി വരുന്നത് 9 ആണ്. 3/9 ആണ്. 3/9 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 0.33 വരും. എന്ന് വെച്ചാൽ <1 ആയിരിക്കും. 0.33 എന്ന് പറയുമ്പോൾ ഏതാണ്? <1. അപ്പോൾ ഡി സി മിഡിലിന് താഴെ വരുന്ന ഏത് പോയിന്റിലും ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? <1 ആണ്. <1 എന്ന് പറയുമ്പോൾ റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണ്. അപ്പോൾ സിക്ക് താഴെ എവിടെ പോയിന്റ് വന്നാലും <1 ആണ്. ഇനി എക്സിൽ ടച്ച് ചെയ്താൽ, എക്സിൽ നമ്മൾ ടച്ച് ചെയ്താൽ, എക്സിൽ ടച്ച് ചെയ്യാന്ന് പറയുമ്പോൾ 0 ടച്ച് ചെയ്തു, ഇലാസ്റ്റിസിറ്റി 0. അത് ഏത് ഇലാസ്റ്റിക് ആണ്? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിസിറ്റി 0. ദ നെക്സ്റ്റ് വൺ ബി. ബി എന്ന് പറയുമ്പോൾ അത് ഏത് ഇലാസ്റ്റിക് ആണ്? ബി എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ബി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ ബി കാണണമെങ്കിൽ ബിയുടെ ഇക്വേഷൻ എന്താണ്? ലോവർ സെഗ്മെൻറ്റ് ബി ഇ ആണ്. അപ്പർ സെഗ്മെൻറ്റ് ഏതാണ്? ലോവർ സെഗ്മെൻറ്റ് ബി ഇ, അപ്പർ സെഗ്മെൻറ്റ് ഏതാണ്? എ ബി ആണ്. ലോവർ സെഗ്മെൻറ്റ് ബി ഇ, അപ്പർ സെഗ്മെൻറ്റ് എ ബി ആണ്. ബി ഇ എന്ന് പറയുമ്പോൾ ടോട്ടൽ 9, എ ബി എന്ന് പറയുമ്പോൾ 3 ആണ്. 9/3 എന്ന് പറയുമ്പോൾ 3. 9/3 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 3. ആ 3 എന്ന് പറയുമ്പോൾ അത് ഏത് ഇലാസ്റ്റിസിറ്റിയാണ്? മോർ ദാൻ 1 ആണ്. ഇലാസ്റ്റിസിറ്റി മോർ ദാൻ 1, റിലാറ്റീവ്ലി ഇലാസ്റ്റിക് ആണ്. അപ്പോൾ സിക്ക് മുകളിൽ എവിടെ പോയിന്റ് വന്നാലും എന്ന് വെച്ചാൽ മിഡിലിന് മുകളിലേക്ക് വരുമ്പോൾ മോർ ദാൻ 1ഉം മിഡിലിന് താഴോട്ട് വരുമ്പോൾ <1 ആണ്. ഡിമാൻഡ് കർവിൻ്റെ മിഡിൽ താഴോട്ട് വരുന്നത് ഏതാണ്? <1. മുകളിലോട്ട് പോകുന്നത് ഏതാണ്? ഗ്രേറ്റർ ദാൻ 1 ആണ്. മുകളിൽ ഇലാസ്റ്റിസിറ്റി റിലാറ്റീവ് ഇലാസ്റ്റിക് ആണ്. താഴോട്ട് വരുമ്പോൾ റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണ്. ഇനി വൈയിൽ ടച്ച് ചെയ്താൽ നമുക്കറിയാം, വൈയിൽ ടച്ച് ചെയ്താൽ അവിടെ സംഭവിക്കുക ഇലാസ്റ്റിസിറ്റി എന്താണ്? ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റ് ആണ്. ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇതാണ് അതിൻ്റെ കറക്റ്റ് ഷേപ്പ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ഒന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. നമ്മൾ ഇതിന് എ എന്ന് കൊടുത്തു, നമ്മൾ കൊടുത്തത് എ എന്നാണ്, ഇത് ബി എന്നാണ് കൊടുത്തത്, ഇത് നമ്മൾ സി എന്നാണ് കൊടുത്തത്, ഇത് ഡി എന്ന് കൊടുത്തു, ഇത് ഇ എന്ന് കൊടുത്തു. മിഡിൽ ഇലാസ്റ്റിസിറ്റി ഈസിക്കൽ ടു 1. ഇലാസ്റ്റിസിറ്റി എന്താണ്? ഇലാസ്റ്റിസിറ്റി ഈസിക്കൽ ടു 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏത് ഇലാസ്റ്റിസിറ്റിയാണ്? യൂണിറ്ററി ഇലാസ്റ്റിക് ആണ്. ഈ മിഡിലിന് താഴോട്ട് എവിടെ വന്നാലും ഇലാസ്റ്റിസിറ്റി <1, റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണ്. എക്സിൽ ടച്ച് ചെയ്താൽ ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? 0. അതേതാണ്? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. ഇനി നമ്മൾ വൈയിൽ ടച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് റിലാറ്റീവ്ലി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഇനി മിഡിലിന് മുകളിലോട്ട് വരുമ്പോൾ അതേതാണ്? റിലാറ്റീവ്ലി ഇലാസ്റ്റിക് ആണ്. മിഡിലിന് മുകളിലോട്ട് പോകുമ്പോൾ അതേതാണ്? റിലാറ്റീവ്ലി ഇലാസ്റ്റിക് ആണ്. ഇതാണ് അതിൻ്റെ ആൻസേഴ്സ് വരുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇലാസ്റ്റിസിറ്റി ആർക്ക് ഇലാസ്റ്റിസിറ്റിയാണ്. നെക്സ്റ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ഏത് ഇലാസ്റ്റിസിറ്റിയാണ്? ആർക്ക് ഇലാസ്റ്റിസിറ്റിയാണ്. അപ്പോൾ നെക്സ്റ്റ് നോട്ട് ചെയ്യുക ആർക്ക് ഇലാസ്റ്റിസിറ്റി. വാട്ട് ഈസ് ആർക്ക് ഇലാസ്റ്റിസിറ്റി? ആർക്ക് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആർക്ക് ഇലാസ്റ്റിസിറ്റിയുടെ കണ്ടെത്തണമെങ്കിൽ ഇക്വേഷൻ വരുന്നത് Q1 - Q2 ഡിവൈഡ് ബൈ Q1 + Q2 ഇൻറ്റു P1 + P2 ഡിവൈഡ് ബൈ P1 - P2. ഇതാണ് ഇക്വേഷൻ. ഇവിടെ Q1 ഒരു എക്സാമ്പിൾ വന്നിരിക്കുകയാണ്. നമ്മൾ ഒരു കമ്പനിയുടെ P1 എന്ന് പറയുന്നത് 2, P2 എന്ന് പറയുന്നത് 4, Q1 എന്ന് പറയുന്നത് 10, Q2 എന്ന് പറയുന്നത് 8. ഇലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ ഡയറക്റ്റ് കൊടുത്താൽ മതി. ഡയറക്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ Q1 ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് തന്നത് ഇതാ 10 മൈനസ് ഏതാണ്? Q2 എന്ന് പറയുമ്പോൾ 8 ആണ്. പിന്നെ 10 + 8 ഇൻറ്റു P1 എന്ന് പറയുമ്പോൾ 2 + 4 ഡിവൈഡ് ബൈ 2 - 4. 10 - 2 8, ഇവിടെ 2, 10 + 8 18 ഇൻറ്റു 6/2. അപ്പോൾ 2 × 6 എത്ര വരുന്നത്? 12. ദ നെക്സ്റ്റ് വൺ 8 × 36. 12 ഡിവൈഡ് ബൈ 36 ആണ്. 12 ഡിവൈഡ് ബൈ 36 അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.
12 ഡിവൈഡ് ബൈ 36, ആൻസർ 0.33 ആണ് വരിക. 0.33 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, 0.33 ആണ് ആൻസർ വരിക. ഇതാണ് ആൻസർ. ഇതാണ് ആർക്ക് ഇലാസ്റ്റിസിറ്റിയുടെ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുക. ആർക്ക് ഇലാസ്റ്റിസിറ്റി ബേസ് ചെയ്തിട്ട് ഇലാസ്റ്റിസിറ്റി കണ്ടെത്താനുള്ള ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ഇതാണ് ആർക്ക് ഇലാസ്റ്റിസിറ്റി. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ആർക്ക് ഇലാസ്റ്റിസിറ്റി ജസ്റ്റ് നോട്ട് ചെയ്യാൻ ടൈം വരാണ്. ആർക്ക് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, $0.33 അല്ലേ? ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ചില 2-3 ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാണ്. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊന്ന് ജസ്റ്റ് ആൻസർ പെട്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ തരാം, ക്വസ്റ്റ്യൻസ് തരാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ഒന്ന് ആൻസർ ചെയ്താ. ക്വസ്റ്റ്യൻ നമ്പർ 1 ഒന്ന് ആൻസർ ചെയ്താ. നിങ്ങൾ ഓപ്ഷൻസ് ഞാൻ വെയിറ്റ് ചെയ്യണം. ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ആൻസർ നിങ്ങൾ അതിനെ വെയിറ്റ് ചെയ്യണം. ആൻസർ കേട്ടോ. ഇക്വേഷൻ അറിയാലോ, ഏതാ ഇക്വേഷൻ വരുന്നത്? ഡി ബൈ ഫോർമാറ്റിലാണ് നമ്മൾ ഇക്വേഷൻ ചെയ്യേണ്ടത്. നിങ്ങൾ കമൻറ്റ് വെയിറ്റ് ചെയ്യണം. യെസ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ പറയുന്നത്. ഡി ബൈ പി, ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. $50.55, price $25.24. What is the price elasticity of demand? What is the price? Question number 2. Question number 2. Question number 2. നിങ്ങൾ അതിൽ കമൻറ്റ് ഓപ്ഷൻ ബി എന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നിങ്ങൾ കോർഡിനേറ്റേഴ്സിൻ്റെ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഒന്ന് ഇരുന്നിട്ട് സോൾവ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഓൾറെഡി ആ ഗ്രൂപ്പിൽ ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. ഇത് ചെയ്ത് നോക്കുക ക്വസ്റ്റ്യൻസ്. ഇത് പിന്നെ പ്രോബ്ലം ആണ്, നിങ്ങൾ ഇതേ മെത്തേഡ് വെച്ച് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നാളെ നമ്മൾ ടൈം ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നാളെ മോർണിംഗിലാണ് ക്ലാസ് വരുന്നത്. 7 to 9 ആണ് ക്ലാസ് വരുന്നത്. ഓക്കെ, 7 to 9. ടോപ്പിക്ക് ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്, റിലേഷൻ ബിറ്റ്വീൻ AC ആൻഡ് NC, റിലേഷൻ ബിറ്റ്വീൻ AFC ആൻഡ് AVC. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് നെക്സ്റ്റ് ഡേ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ 1 മിനിറ്റ്. അപ്പോൾ നാളെ മോർണിംഗ് 7 to 9 ആണ് ക്ലാസ്. ഒന്നുകൂടി ഓർത്തിരിക്കുക, 7 to 9 ആണ് നാളത്തെ ക്ലാസ് വരുന്നത്. ടോപ്പിക്ക് ടൈപ്സ് ഓഫ് കോസ്റ്റ്, എക്സ്പ്ലിസിറ്റ്, ഇംപ്ലിസിറ്റ്, ഫിക്സഡ് വേരിയബിൾ, സ്റ്റെപ്പ്, സെമി വേരിയബിൾ. പിന്നെ നെക്സ്റ്റ് വരുന്നത് AC ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ദ നെക്സ്റ്റ് വൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ഇതുവരെയുള്ള ഏരിയ. പിന്നെ മാർജിനൽ കോസ്റ്റ് വരെയുള്ള ഏരിയ. പിന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് 7 to 9. ഓക്കെ, അമൽ സാർ വന്നിട്ടുണ്ട്. അമൽ സാർ വെയിറ്റ് ചെയ്യാണ്. അറിയാലോ, നമ്മളെ സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ നമ്മളെ സ്റ്റുഡൻ്റാണ്. ഇപ്പോഴല്ല, അന്ന് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഫാക്കൽറ്റിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. നെക്സ്റ്റ് ഈ ഓൺലൈനിൽ ഇരിക്കുന്നവരായിരിക്കും അടുത്ത അക്കൗണ്ട്സ് എടുക്കാൻ വേണ്ടി വരാം. അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ അമൽ സാർ നോക്കുന്നുണ്ട്. അമൽ സാർ മാത്രം മതി എന്നാണ് അമൽ സാർ പറയുന്നത്. അതല്ല, നിങ്ങൾക്കും വരാം. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം.
ഓക്കെ.